ഈ ഡാം ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്. ജീവിതം മുഴുവൻ കാത്തിരുന്ന നിമിഷം കിട്ടിയതുപോലെ അവൾ ആ ഡോക്യുമെന്റ്സ് അവന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം 12 വർഷം മുന്നത്തെ ആ കേസ് ഞങ്ങൾ വീണ്ടും റീഓപ്പൺ ചെയ്തു. ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയത് ഇതാണ്: ഞാൻ സ്നേഹിച്ചത് അവളെയാണെന്നും ഇത്ര വർഷം അവളെ എന്നിൽ നിന്ന് അകറ്റി വെച്ചതാണെന്നും എനിക്ക് അന്ന് അറിയാമായിരുന്നെങ്കിൽ മഹാദേവനാണ് സാക്ഷി. അവളെ കണ്ടെത്താൻ ഞാൻ ലോകം തന്നെ കുലുക്കിയനെ. അവൾക്ക് 20 വയസ്സാകുമ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അവളോട് പ്രോമിസ് ചെയ്തിരുന്നു. ആ ബ്ലാക്ക് SUV-യിൽ ശിവ ഉണ്ടായിരുന്നു. സ്വീറ്റി, മണ്ടത്തരം പറയാതെ. ആ ലൂസർ ശിവയാണോ? അവൻ അത്രയും വലിയ കാറിൽ എങ്ങനെ വരും? ഇല്ല മോം, ഞാൻ സീരിയസ് ആണ്. അത് അവൻ തന്നെയായിരുന്നു. നീ അത് വിട്. ഇനി നീ യഷിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അവന്റെ കമ്പനിക്ക് ഇൻഡസ് ഗ്രൂപ്പ് കോൺട്രാക്ട് കിട്ടിയല്ലോ. ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ അവന്റെ പണത്തിൽ നമ്മൾ അർമാദിക്കും. അമ്മ പറഞ്ഞത് ശരിയാണെന്ന് നന്ദിനിക്കും തോന്നി. ശിവായി നന്ദിനിയെ വളരെയധികം സ്നേഹിച്ചു. അവൾ അവന്റെ ബാല്യകാല പ്രണയമായിരുന്നു. ഇന്ന് അവർ വിവാഹിതരായി 3 വർഷം കഴിഞ്ഞു. പക്ഷേ നന്ദിനിക്ക് അവനെ വെറുപ്പായിരുന്നു. കാരണം അവനൊരു സാധാരണക്കാരനായിരുന്നു. ഈ വിവാഹം അവളുടെ അപ്പൂപ്പനാണ് നിർബന്ധിച്ച് നടത്തിയത്. അവൾക്ക് എന്നും ഒരു സമ്പന്നനായ ഭർത്താവിനെയായിരുന്നു ആഗ്രഹം. അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവനൊന്നും കൊടുത്തില്ല. എന്നാൽ ശിവായി ഒരിക്കലും കൈവിട്ടില്ല. ആഴ്ചതോറും അവൾക്ക് ഒരു റോസ് കൊടുത്തിരുന്നു. ഒരിക്കൽ അവന്റെ പ്രണയം അവൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ. ഹായ് നന്ദിനി. ഓ ഹായ് റിയ. വാവ്, നീ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. ജ്വല്ലറി ഇടാൻ മറന്നോ? ഓ സോറി. നിനക്കൊരു ചെരുപ്പ് പോലും വാങ്ങിത്തരാൻ കഴിയാത്ത ഭർത്താവ് ഒരു ജ്വല്ലറി വാങ്ങുന്നത് ഒരു സ്വപ്നമായിരിക്കും അല്ലേ? നോക്ക്, ഇന്നലെ എന്റെ ഭർത്താവ് എനിക്ക് 3 കോടി വില വരുന്ന നെക്ലേസ് വാങ്ങി തന്നു. കൊള്ളാല്ലേ? ഹാ, മേജർ ശിവായി, ഒടുവില് നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തി. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നിങ്ങളെ എവിടെയൊക്കെ തിരഞ്ഞു. നിങ്ങൾ മടങ്ങി വരൂ. ഞങ്ങൾക്ക് നിങ്ങളെ വേണം. എനിക്കിപ്പോ വേറെ പണിയുണ്ട്. എന്റെ കല്യാണമാണ് ഇപ്പോൾ എനിക്ക് വലുത്. ഇപ്പോ നിങ്ങൾക്ക് പോവാം. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. നന്ദിനിയുടെ ഭർത്താവ്. എന്തു പറഞ്ഞാലും അവന്റെ രൂപവും ആ കണ്ണുകളുടെ തീവ്രതയും ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അവന്റെ ഈ ലുക്ക് അച്ചാറിട്ട് വെക്കാനാണോ? ഒരു വേൾഡ് ടൂർ പോണമെങ്കിൽ ഈ മുഖം പോരാ, പണം വേണം. അതവനില്ല. നന്ദിനി, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്നെ വിട്ടേക്ക്. നീ ഇവിടെ എന്തിനാ വന്നത്? നന്ദിനി, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. എന്നെക്കുറിച്ചുള്ള എല്ലാം എനിക്ക് തുറന്നു പറയണം. പ്ലീസ് വാ. എന്താ നിനക്ക് പറയാനുള്ളത്? 3 വർഷമായിട്ട് നീ പറയുന്നത് ഞാൻ കേട്ടു. ഇനി നിനക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇറങ്ങിപ്പോ. പോ. നന്ദിനി, ഒന്ന് കേൾക്ക്. ഒരിക്കൽ കൂടി എനിക്കെല്ലാം വ്യക്തമാക്കണം. ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇത് കണ്ടോ നീ? നോക്ക്, കണ്ണു തുറന്നു നോക്ക്. കണ്ടില്ലേ? ഇതാണ് നിന്റെ സ്ഥിതി. ഇവിടെ ഒന്നും പൊയ്ക്കോ.
എന്താണിപ്പോ ഇവിടെ പ്രശ്നം? ചിൽ ബേബി, നിന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. പറ, നിനക്ക് എത്ര രൂപയാ വേണ്ടത്? 1 കോടി, 2 കോടി, 10 കോടി എല്ലാം ഞാൻ തരാം. ശരിക്കും നീ സഹായിക്കോ? ഒബ്വിയസ്ലി, ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. 2 കോടി വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. 10 കോടി വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരണം. ദേവ് വാക്ക് തീർക്കും മുൻപ് ശിവായി ഇടയ്ക്ക് വന്നു. Stupid! നീ എന്താ ചെയ്തത്? ആ പാവ എന്നെ സഹായിക്കാനാ വന്നത്. ഇപ്പൊ തന്നെ അവനോട് പോയിട്ട് മാപ്പ് ചോദിക്കേ. എന്റെ പട്ടി ചോദിക്കും അവനോട് ക്ഷമ. പിന്നെ നീ എന്റെ കൂടെ വാ. ശിവായി നന്ദിനിയെ തന്നെ ഒന്ന് നോക്കി. 3 വർഷം സ്നേഹിച്ച പെൺകുട്ടി ഇത്ര പെട്ടെന്ന് അവൻ ആരുമല്ലാതായി എന്ന സത്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് അവന്റെ 12 വയസ്സുകാരി നന്ദിനിയാകുമോ? അത്രയും പാവമായിരുന്ന പെൺകുട്ടി എങ്ങനെ ഇങ്ങനെ സ്വയം വില കുറഞ്ഞവളായി? എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ശിവായി? ഞാനാ ശിവായി. മഹാദേവന്റെ പേരിൽ ഞാൻ സത്യമിടാം, ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ആരും സ്വന്തം കാലിൽ തിരിച്ചു പോവില്ല. ഒറ്റയടിക്ക് ബോഡി ഗാർഡുകളെ തല്ലിയിടുന്നത് കളിയല്ല. അവന് ഭ്രാന്താണെന്ന് എല്ലാവരും വിചാരിച്ചു. 20 സെക്കൻഡിനുള്ളിൽ എല്ലാവരെയും അവൻ നിലത്ത് വീഴ്ത്തി. അവനും കുറച്ച് പരിക്കേറ്റു. പക്ഷേ അവൻ സ്റ്റീലിൽ കുരുത്തവനായിരുന്നു. അപ്പോഴേക്കും ദേവ് വിളിച്ച പോലീസ് അവിടെ എത്തി. നന്ദിനിക്കൊന്നും പറയാനില്ല. അപ്പോഴേക്കും അവർ ശിവായിയെ മുട്ടുകുത്തിച്ചു. അന്ന് അവന്റെ ലോകം തകർന്നിരുന്നു. അവന്റെ ബാല്യകാല പ്രണയം അവന്റെ വിശ്വാസവും അഭിമാനവും പൊടിച്ചു കളഞ്ഞു. അവന്റെ മനസ്സിൽ ഒറ്റ ചോദ്യം മുഴങ്ങിക്കൊണ്ടിരുന്നു: ഇവളെയാണോ ഞാൻ സ്നേഹിച്ചത്? ആദ്യ നോട്ടത്തിൽ തന്നെ അവളുടെ കണ്ണുകളിൽ അവൻ ഉടക്കിയിരുന്നു. വൺ സൈഡ് ലവിന്റെ വിധിയാണോ ഇത്? അവൻ ഇനി എന്ത് ചൂസ് ചെയ്യും? അവനെ തന്നെ ചൂസ് ചെയ്യുമോ, അതോ അവന്റെ ബാല്യകാല പ്രണയം ചൂസ് ചെയ്യുമോ? നന്ദിനി രാത്രി 12 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ കോപത്തോടെ രേഖയോട് നിലവിളിച്ച് മുറിയുടെ വാതിൽ ശക്തിയായി അടച്ചു. അമ്മേ, വാതിൽ തുറക്ക്. ഞാൻ മുഴുവൻ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. അമ്മ ഇവിടെ കിടന്നുറങ്ങാ? എന്താ മോളെ, രാത്രിയിൽ എന്തിനാ ഇങ്ങനെ കൂവുന്നേ? നീ പാർട്ടിക്ക് പോയില്ലേ? ആരെങ്കിലും പണം തന്ന് സഹായിച്ചോ? സഹായം കുന്തം. എന്റെ ഭർത്താവ് അവിടെ വെച്ച് വലിയ സീനുണ്ടാക്കി. ഇനിയിപ്പോ ആരും എന്നെ സഹായിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. എല്ലാവരുടെയും മുഖം കറുത്തിട്ടുണ്ട്. നന്ദിനി ക്ലബിൽ സംഭവിച്ച മുഴുവൻ കാര്യവും അമ്മയോട് പറഞ്ഞു. ഇതെല്ലാം നിന്റെ അപ്പൂപ്പൻ കാരണമാ. അദ്ദേഹം നിന്നെ ശിവായിയോടെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. ഞാൻ തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മതി അമ്മേ, ഇനി എനിക്ക് ശിവായിയോട് ഒരുമിച്ച് കഴിയാനാവില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. പക്ഷേ മോളെ, എങ്ങനെ ഡിവോഴ്സ് ചെയ്യും? ഓർമ്മയില്ലേ ആ പഴയ കരാറ്? അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നീ ശിവായിയെ വിട്ട ബജാജ് കുടുംബത്തിന്റെ പകുതി പ്രോപ്പർട്ടി അവന്റെ പേരിലാകും. അവനാണെങ്കിൽ നമ്മളുടെ പണം മാത്രം നോക്കിയിരിക്കുക. അല്ലമ്മേ, ഇപ്പോഴാണ് ശരിയായ സമയം. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അമ്മ എന്നെ വിശ്വസിക്ക്.
ഇതും പറഞ്ഞ് നന്ദിനിയുടെ മുഖത്ത് ഗൂഢമായ ചിരി തെളിഞ്ഞു. അവൾ കോപത്തിൽ പുളഞ്ഞു. ശിവായി തന്റെ പ്രണയത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും ഇടയിൽ കുടുങ്ങിയിരുന്നു. 12 വർഷത്തെ പഴയ സംഭവങ്ങൾ ഇപ്പോഴും അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇവൾ എന്റെ ബാല്യകാല പ്രണയമാകുമോ? ഇല്ല, അവളിപ്പോൾ വേറൊരു പെൺകുട്ടിയാണ്. ഇന്നലെ രാത്രി കൊടുത്ത വാക്ക് അവൾ എങ്ങനെ മറന്നു? അതെല്ലാം ഓർത്തപ്പോൾ ബാല്യത്തിലെ ആ നിഷ്കളങ്കമായ മുഖവും ആഴമുള്ള കണ്ണുകളും മധുരമായ ശബ്ദവും അവന്റെ മുന്നിൽ തെളിഞ്ഞു. നന്ദിനി എന്റെ ബാല്യകാല പ്രണയമാണ്. അവളെ എങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റും? ജീവൻ ശ്വാസം മുട്ടിക്കഴിഞ്ഞാലും അവളില്ലാതെ എനിക്ക് കഴിയില്ല. അടുത്ത ദിവസം രാവിലെ നന്ദിനി നേരത്തെ എഴുന്നേറ്റ് റെഡിയായി. ഇന്ന് അവൾ സന്തോഷത്തിലായിരുന്നു. കാരണം ഇന്നാണ് അവൾക്ക് യൂസ്ലെസ് ആയ വിവാഹത്തിൽ നിന്ന് മോചനം കിട്ടുന്നത്. ഇന്ന് അവൻ കരുതും അവന് ജാമ്യം കിട്ടുമെന്ന്. പക്ഷെ ഞാൻ ഇന്ന് പോകുന്നത് ഡിവോഴ്സിനാ. ലോയറുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ജാമ്യത്തിനല്ല, ഡിവോഴ്സിനാ. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാ. നന്ദിനി താഴേക്ക് വന്നപ്പോൾ അവളുടെ സ്കൂൾ ഫ്രണ്ടായ യാഷ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു. അവന് അവളെ സ്കൂൾ കാലം മുതൽ ഇഷ്ടമായിരുന്നു. അവളുടെ അമ്മ പറഞ്ഞിട്ട് ഡിവോഴ്സിനെ കുറിച്ച് അറിഞ്ഞു വന്നതായിരുന്നു. അയ്യോ യാഷ് മോനെ, എത്ര കാലമായി കണ്ടിട്ട്. നോക്ക്, നന്ദിനി ഇവിടെയുണ്ട്. ഹായ്. ഹേയ്, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇത്ര വലിയ കാറൊക്കെ വാങ്ങിയല്ലോ. അതെ ആന്റി, എനിക്കിപ്പോ പ്രൊമോഷൻ കിട്ടി. എന്റെ പാക്കേജ് 5 കോടി. അടിപൊളി മോനെ, നീ വളരെ ഉത്തരവാദിത്തമുള്ളവനാ. ഇതാ നമ്മുടെ ശിവായ് വീടിന് തന്നെ അപമാനമാ. സത്യം പറഞ്ഞ ഇന്ന് വരെ നന്ദിനിയും ശിവായിയും ഒരുമിച്ചൊരു കിടക്കയില് പോലും ഉറങ്ങിയിട്ടില്ല. ആണോ? നമുക്ക് പോവാം. പോവാം. അതെ, വൈകിയല്ലേ? ദേവ് സാഹിബ്, എന്താണ് കാര്യം? ഈ എളിയെ എന്നെ എങ്ങനെയാണ് ഓർത്തത്? ഇൻസ്പെക്ടർ സാഹിബ്, ചെറിയൊരു ജോലിയുണ്ട്. തന്റെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ ദേവ് പോലീസിനെ വിളിച്ച് ശിവായിക്ക് 3rd ഡിഗ്രി ടോർച്ചർ കൊടുക്കാൻ പറഞ്ഞു. പട്ടേൽ സാർ, സെൽ നമ്പർ 3 ആ ഹീറോയെ നഗ്നനാക്കി കിട്ടിക്കോ. അവന്റെ ചൂട് ഞാനിന്ന് മാറ്റിക്കൊടുക്കാം. ദേവ് സാഹിബ്, ജോലി ഞാൻ ചെയ്യാം. ശിവായിക്ക് ശിവനോട് വലിയ ഭക്തിയുണ്ടായിരുന്നു. ജീവിതത്തിൽ വഴിത്തിരിവ് വന്നാൽ എല്ലായ്പ്പോഴും അവൻ മഹാകലിനെ വിളിക്കുമായിരുന്നു. ഇന്നും കണ്ണും പൂട്ടി ഓം നമഃശിവായ എന്ന് ജപിച്ച് കോണിലിരിക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ അവന്റെ അടുത്തേക്ക് വന്നത്. മഹാകലിനെ എന്തിന് സംഹാരകൻ എന്ന് വിളിക്കുമെന്നറിയാമോ? അനീതി അതിരുകടക്കുമ്പോൾ അവന്റെ താണ്ഡവം എല്ലാം ഇല്ലാതാക്കി പുതിയത് തുടങ്ങിക്കൊടുക്കും. ഇപ്പോൾ ലോകം മുഴുവൻ ശിവായിയുടെ താണ്ഡവം കാണാനിരിക്കുകയാണ്. അപ്പോഴേക്കും ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിൾസും അവനെ വടികൊണ്ടടിച്ചു തുടങ്ങി. പട്ടേൽ, അവനെ കെട്ടിത്തൂക്ക്. കുറച്ചു മിനിറ്റിനുള്ളിൽ ശിവായിയുടെ കൈകാലുകൾ കെട്ടി സെല്ലിൽ തൂക്കി. ശരീരമൊക്കെ രക്തം വാർന്ന് നനഞ്ഞിരുന്നു.
ഇൻസ്പെക്ടർ ബെൽറ്റ് എടുത്ത് അടിക്കാൻ റെഡിയായി. പക്ഷേ ശിവായി പൂർണ്ണമായും ശാന്തനായി. അത് വലിയ പൊട്ടിത്തെറിക്ക് മുൻപുള്ള നിശബ്ദത മാത്രമായിരുന്നു. അപ്പോഴേക്കും പുറത്തേക്കൊരു കാർ വന്നു നിന്നു. അകത്തു നിന്നിറങ്ങിയത് ക്യാപ്റ്റൻ സർത്താജ്. ശിവായിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചു, നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലേ? അവനെ വിട്. ഇതെന്താ നാടകം? ആദ്യം പറയേ, ആരാണ് ഇദ്ദേഹം? നിനക്കറിയോ ഇദ്ദേഹം ആരാന്ന്? 3 വർഷം മുൻപ് നഗരത്തെ രക്ഷിച്ച മനുഷ്യനാ. ഒരേ സമയം 735 ഭീകരരെ കൊന്ന മേജർ ശിവായി, ഇന്ത്യയിലെ വലിയ രഹസ്യ ഏജൻസിയുടെ ചീഫ്. ഇൻസ്പെക്ടറുടെ ഹൃദയം പിടഞ്ഞു. ഇത്ര വലിയ ഓഫീസറെ പീഡിപ്പിച്ചതിന് അവന്റെ ജോലി തന്നെ ഭീഷണിയിലായി. ഉടൻ സെൽ തുറന്ന് ശിവായിയെ ബഹുമാനത്തോടെ കസേരയിലിരുത്തി. കമാൻഡോകൾ 3 വർഷത്തിന് ശേഷം അവനെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു. സർ, ഞങ്ങൾ എല്ലായിടത്തും സാറിനെ അന്വേഷിച്ചു. ഇന്നാണ് കണ്ടെത്തിയത്. മാപ്പ് സർ, ഞാൻ താമസിച്ചു. ഇല്ല ക്യാപ്റ്റൻ, നിങ്ങൾ ശരിയായ സമയത്താ വന്നത്. ഇപ്പോ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ആദ്യം എന്നെ ബജാജ് മാൻഷനിലേക്ക് കൊണ്ടുപോവാം. അവന്റെ കണ്ണുകളിൽ തീ കൊളുത്തി. ആ തീ കെടുത്താൻ അവന് നന്ദിനിയെ കണ്ടുമുട്ടണം. Platoon fall back. Yes, sir. ശിവായി കാറിൽ കയറി. കമാൻഡോസ് എല്ലാവരും വേഗം കാറിൽ കയറി. ക്യാപ്റ്റൻ സർത്താജ് ചേർന്നിരുന്ന് ചോദിച്ചു, മേജർ, നീ എന്തിനാണ് രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞത്? ഞങ്ങളെ വിളിക്കായിരുന്നില്ലേ? സർത്താജ്, ഞാൻ അവിടെ ഒരു രാത്രി ചെലവഴിച്ചില്ലെങ്കിൽ എന്നെ ഞാൻ എങ്ങനെ സ്വന്തമായി ബഹുമാനിക്കും? പക്ഷേ ഇപ്പൊ എല്ലാം ശരിയായി. ഈ രാത്രി ഞാൻ എന്നും ഓർത്തിരിക്കും. നന്ദിനിയിൽ നിന്ന് അവന് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ അവളുടെ വാക്കുകൾ ഓർമ്മിക്കുമ്പോൾ അവന്റെ ശരീരം നടുങ്ങി. മേജർ, ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. 5 വർഷം മുൻപ് ജമ്മു കാശ്മീരിൽ നടത്തിയ ഉടമ്പടി ഓർമ്മയുണ്ടോ? ആ ആളുകള് അതിപ്പോ തകർത്തു. അവരെപ്പോൾ വേണമെങ്കിലും ആക്രമിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരണം. ഞാൻ ആ ലോകം 3 വർഷം മുൻപേ വിട്ടു. ഇപ്പോ ഞാനൊരു സാധാരണ മനുഷ്യനാ. അതേസമയം നന്ദിനി യഷിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ ഒരു SUV വന്നു നിർത്തി. പുറത്തിറങ്ങിയത് ശിവായി. അത് കണ്ടപ്പോൾ നന്ദിനിയും യഷും ഞെട്ടി. അവന്റെ കണ്ണുകളിൽ തീ കത്തിയിരുന്നു. നീ? നന്ദിനി, 12 വർഷം മുൻപ് സെൻട്രൽ സ്ട്രീറ്റിൽ നടന്ന സംഭവം നിനക്ക് ഓർമ്മയില്ലേ? ആ കിഡ്നാപ്പിംഗ്, ആ ബർത്ത്ഡേ, ഒന്നും ഓർമ്മയില്ലേ? നിനക്കെന്താ വട്ടായോ? ജയിലിൽ കിട്ടിയ അടിയില് തലയ്ക്ക് വല്ലതും പറ്റിയോ? നീ ഇവിടെ എങ്ങനെ എത്തി? ആരാ നിന്റെ ജാമ്യം എടുത്തത്? എന്ത്, എങ്ങനെ, എപ്പോൾ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. നിന്റെ അപമാനം തന്നെയാണ് എനിക്ക് പാഠം പഠിപ്പിച്ചത്. ഇന്നലെ നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവില്ലായിരുന്നു. നിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണം നീ തന്നെയാ, ഞാനല്ല. ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാനിരിക്കെ നീ ഇതാ വന്നിരിക്കുന്നു.
നന്ദിനി, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി നീയല്ല. എല്ലാവരും ഞെട്ടി. ശിവായി തന്നെയാണ് ഡിവോഴ്സ് ചോദിക്കുന്നത്. നന്ദിനിക്ക് ദേഷ്യം വന്ന് അവൾ കോപത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നോ? എന്റെ സ്ഥാനം നിന്റെ നിലയിൽ നിന്ന് നിരവധി മടങ്ങ് ഉയർന്നതാ. നീ എങ്ങനെയാ പുറത്തു വന്നത്? എങ്ങനെ നിനക്ക് ജാമ്യം കിട്ടി? അവനെ കൊണ്ടുവന്നവർ വലിയ ആളുകളാ. അവരാണ് അവനെ ഇവിടെ ഇറക്കി കൊടുത്തത്. ഇവൻ അവരുടെ കാല് പിടിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇവൻ എങ്ങനെ ഇറങ്ങാനാ? നിങ്ങളിപ്പോ ഒന്നും അറിയില്ല. ഞാൻ സ്വയം ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുന്നു. ഞാൻ മഹാദേവൻ വസിക്കുന്ന ആ പ്രകാശത്തിന്റെ കണികയാണ്. അതെ, അത് സത്യമാണ്. ഞാൻ തന്നെ എന്നെ ബഹുമാനിക്കാത്ത പക്ഷം ഈ ലോകം എങ്ങനെ എന്നെ ബഹുമാനിക്കും? എൻ്റെ ഓരോ ശ്വാസവും എൻ്റെ പൂജയാണ്. എൻ്റെ ഓരോ ചുവടും ഒരു മാതൃകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ. ഇനിയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. നീ ആരാ ഇതെല്ലാം പറയാൻ? മുഴുവൻ കൊച്ചി നഗരത്തിനും അറിയാം നീ ആരാണെന്ന്. അതെ, എൻ്റെ പിഴവ് തന്നെ. നിന്റെയും നിന്റെ ഫാമിലിയുടെയും മുന്നിൽ ഒന്നിനും കൊള്ളാത്തവനായി ഞാൻ നിന്നു. പക്ഷേ എൻ്റെ സ്നേഹം നീ ഒരിക്കലും കണ്ടില്ല നന്ദിനി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു. പക്ഷേ നീ അതൊന്നും കണ്ടില്ല. നിനക്കെന്താ തോന്നുന്നത് നന്ദിനി? എനിക്കിതിൽ സന്തോഷമാണെന്നോ? ആളുകളുടെ അധിക്ഷേപം കേൾക്കുന്നതിൽ എനിക്ക് ആനന്ദമാണെന്നോ? ഞാൻ നിന്നെ സത്യമായി സ്നേഹിച്ചു. പക്ഷെ നീ അത് കണ്ടില്ല. നീ കണ്ടത് അമ്മ നിന്നെ കാണിച്ചതും ഈ പട്ടണം നിന്നെ കാണിച്ചതും മാത്രം. എന്റെ സ്നേഹം നീ ഒരിക്കലും മനസ്സിലാക്കിയില്ല നന്ദിനി, ഒരിക്കലും. പക്ഷെ മഹാകാളിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ ഞാൻ തന്നെ എന്റെ കണ്ണിൽ അപമാനിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല. ശിവായിക്ക് കഴിഞ്ഞ ഒരു ദിവസം ജയിലിനുള്ളിൽ വളരെ വിഷമമായിരുന്നു. അവൻ അത്രയും സഹിച്ചിരുന്നു. ശരീരവേദനയേക്കാൾ ആത്മാവിന്റെ വേദന കൂടുതലായിരുന്നു. എനിക്ക് നിന്റെ പ്രണയം വേണ്ട. ആദ്യ ദിനം മുതൽ ഞാൻ നിന്നെ വെറുത്തു. എന്റെ അപ്പൂപ്പൻ എന്താണാവോ നിന്നിൽ കണ്ടത്? പിന്നെ നീ എന്താ പറഞ്ഞത്? സ്മോൾ ഗിഫ്റ്റോ? നീ നൽകിയ അവസാന ഗിഫ്റ്റ് ഒരു കൃത്രിമ മുത്തുമാലയായിരുന്നു. കേൾക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ വിട്ടൊഴിയണമെന്നേ ആഗ്രഹം. വിട്ടൊഴിയണം? ഈ പറഞ്ഞതൊക്കെ നിനക്ക് ഇവനിൽ നിന്നും കിട്ടും. യാഷിനെ ചൂണ്ടിക്കാണിച്ച് ശിവായി പറഞ്ഞു. അതെ, ഞാൻ അവളെ നിന്നേക്കാൾ സന്തോഷിപ്പിക്കും. എന്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്നതാ. നാളെ നന്ദിനിയുടെ ബർത്ത്ഡേ. ഞാനൊരു വലിയ പാർട്ടി നടത്തും. ഇടയ്ക്ക് രേഖയും വന്ന് നന്ദിനിയെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി. ഈ പിച്ചക്കാരനോടൊന്ന് സംസാരിക്കാൻ നിൽക്കേണ്ട നന്ദിനി, അകത്തേക്ക് പോ. യാഷും ശിവായിയും നേർക്കുനേർ നിന്നു. യാഷ് അല്പം ഭയപ്പെട്ടു. പിന്നെ നന്ദിനിയെ വിളിച്ചു. ശരി നന്ദിനി, ഞാൻ നാളെ വരാം. നാളെ ഡിവോഴ്സിന് റെഡിയായിരിക്കെ. ഗെയിം നഷ്ടപ്പെടുത്തരുത്. അവൻ അവിടെ നിന്ന് ചിന്തിച്ചു. പണം എന്നതിന് ഇത്ര ശക്തിയുണ്ടോ? അതേത് മനുഷ്യനെയും മാറ്റിയിടുമോ? ഇന്നത്തെ കാലത്ത് ആരും സ്നേഹത്തെക്കുറിച്ച് കരുതുന്നില്ലേ? പക്ഷെ ശിവായി വഴിമാറിപ്പോകുന്ന ആളല്ല. ഈ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി കണ്ടെത്തും. ഒടുവിൽ ശിവായി ഒരു കളിക്കാരൻ, തോൽവി അറിയാത്ത, ഒരു ഭയമില്ലാത്ത കളിക്കാരൻ. ശിവായി തന്റെ സ്കൂട്ടർ നിർത്തി. ഡിക്കിയിൽ നിന്ന് ഒരു റൂബിക്സ് ക്യൂബ് എടുത്ത് കളിച്ചു തുടങ്ങി. അവന്റെ കണ്ണിൽ ഒരു തിളക്കം തെളിഞ്ഞു. അവൻ ഒരു വഴി കണ്ടെടുത്തു. ഫോൺ എടുത്തു. ഒരു കമ്പനിയിലേക്ക് വിളിച്ചു. അത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഇൻഡസ് ഗ്രൂപ്പായിരുന്നു. ഹലോ, മിസ്റ്റർ ദിനേഷിനെ കിട്ടോ? അതെ, സംസാരിക്കുന്നത് ഞാൻ തന്നെ.
ഇത് ഞാനാണ്, ശിവായി മഹേശ്വരി. 50 വയസ്സുകാരനായ ദിനേഷ് ഈ പേര് കേട്ട് വിറച്ചു, വിയർപ്പ് നിറഞ്ഞു. മിസ്റ്റർ ദിനേഷ്, എനിക്കൊരു സഹായം വേണം. 12 വർഷം മുൻപ് സെൻട്രൽ സ്ട്രീറ്റിൽ നടന്ന കിഡ്നാപ്പിംഗ് ഓർമ്മയുണ്ടോ? അതിൽ പങ്കെടുത്തത് ആരെന്ന്? അത് ബജാജ് കുടുംബത്തിലെ നന്ദിനിയായിരുന്നോ അതോ മറ്റാരെങ്കിലും ആയിരുന്നോ? സർ, 12 വർഷത്തെ പഴക്കമുള്ള സംഭവം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് നന്ദിനി ബജാജിനെ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ നാളെ നന്ദിനിയെ ഡിവോഴ്സ് ചെയ്യും. ഞാൻ തിരിച്ചു വന്നതായി എല്ലാവരോടും പറയണം. ദിനേഷ് വിറച്ചുപോയി. പക്ഷേ അവൻ്റെ സന്തോഷം ഇരട്ടിയായി. ഉടൻ തന്നെ തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, എല്ലാ ഡയറക്ടർമാരെയും വിളിക്കേ, ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാക്കണം. നമ്മുടെ ബോസ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അറിയിക്കേ. ശിവായി കയ്യിൽ റൂബിക്സ് ക്യൂബ് പിടിച്ചു, ഒരു ചിരി ചിരിച്ചു. നന്ദിനി, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിച്ചു. നീ ചോദിച്ചിരുന്നെങ്കിൽ നിന്നെ ഒരു രാജ്ഞിയാക്കുമായിരുന്നു. പക്ഷേ മഹാകാളിന്റെ പേരിൽ സത്യമാണ്, നീ എന്ത് നഷ്ടപ്പെടുത്തിയെന്ന് നിനക്കറിയില്ല. ഈ സമയം ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ഇൻഡസ് ഗ്രൂപ്പിലെ ആളുകൾക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. അവരെവിടെ ഒളിച്ചിരിക്കുകയായാലും ഏത് കോണിലായാലും ഒരേ അലർട്ട് എല്ലായിടത്തും തെളിഞ്ഞു. മെസ്സേജ് ഫ്രം ഇൻഡസ് ഗ്രൂപ്പ്, ശിവ മഹേശ്വരി ഈസ് ബാക്ക്. ഇങ്ങനെ തിരക്ക് പിടിച്ച അവസ്ഥയ്ക്കിടയിലാണ് ദേവ് അകത്തേക്ക് കയറി വന്നത്. എന്താ സംഭവം? ഓഫീസിൽ എല്ലാവരും ഇങ്ങനെ പാനിക്കാവുന്നത് എന്തിനാ? ഇതേ ദേവ് തന്നെയാണ് ആ പാർട്ടിയിൽ നന്ദിനിയെ 700 കോടി കൊടുത്ത് പറ്റിക്കാൻ നോക്കിയത്. ദിനേഷ് അവന്റെ അങ്കിളായിരുന്നു. ആ ബന്ധത്തെക്കുറിച്ച് ശിവയ്ക്ക് ഒട്ടും അറിയില്ലായിരുന്നു. നിന്റെ മുഖം എങ്ങനെ ആക്കിയത് ആരാടാ? ദേവിന് അറിയാമായിരുന്നു അവന്റെ അങ്കിൾ ഇത് വെറുതെ വിടില്ലെന്ന്. അത് ഒന്നുമില്ല, ഒരു പാർട്ടിയായിരുന്നു, കുറച്ച് ഓവറായി പോയി, അത്രേ ഉള്ളൂ. ഇത് കേട്ട് ദിനേഷിന്റെ കണ്ണുകൾ ചുവന്നു. പേര് പറയും, ഈ സിറ്റിയിൽ ആർക്കട ദിനേശിന്റെ മരുമോനെ തൊടാൻ ധൈര്യം? ദേവിന് അത് പുറത്ത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഈഗോ അവനെ തടഞ്ഞു. ഒരു ലൂസർ തന്നെ അടിച്ചുവെന്ന് അവൻ എങ്ങനെ സമ്മതിക്കും? അത് ഒരുത്തനും അവന്റെ ഗ്യാങ്ങും. അവൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. ദേവ് നെർവസ് ആയിരുന്നു. ദിനേഷിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. നിനക്ക് എന്താ വേണ്ടത് പറ. അങ്കിളിന്റെ കയ്യിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കോണ്ടാക്ട്സ് ഇല്ലേ? എനിക്കൊരാളുടെ കാലുകൾ ഓടിക്കണം. എനിക്ക് ആ നമ്പറും തരൂ, ഞാൻ അവരെ വിളിക്കാം. ദിനേഷിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഒരച്ഛൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോ അതിന് പറ്റിയ സമയമല്ല. കാര്യങ്ങൾ ഇപ്പൊ തന്നെ ബുദ്ധിമുട്ടില്ല. ഇതെങ്ങാനും പുറത്തു പോയാൽ നമ്മളെല്ലാവരും ഫിനിഷ്ഡ്. ദേവ് ഇതൊന്നും കേട്ട് പിന്തിരിഞ്ഞു. അവൻ പറഞ്ഞു, അങ്കിൾ പ്ലീസ്, എനിക്ക് അവന്റെ കാലോ കൈ ഒടിച്ചാൽ മതി, അത്രേ ഉള്ളൂ, വേറൊന്നും വേണ്ട. അവന്റെ അപേക്ഷ കേട്ട് ദിനേശിന് പിന്നെയും അവനോട് നോ പറയാൻ തോന്നിയില്ല. അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവന് കൊടുക്കാൻ തുടങ്ങി. അവന്റെ പേരെന്താ? പേരൊന്നും അറിയില്ല അങ്കിൾ. പക്ഷെ എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ ഹസ്ബൻഡ്, ഒരു സാധാരണക്കാരനാ, കൂടുതലൊന്നും അറിയില്ല. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ ഞാൻ ഒന്നിനും കൂടെ നിൽക്കില്ല. റിമെമ്പർ, വേണ്ടാത്ത വല്ല പണിക്ക് നിന്നാ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു അങ്കിളില്ല. ദേവ് എല്ലാം മനസ്സിലായതുപോലെ തലയാട്ടി അഭിനയിച്ചു. പിന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നെ ഞാനിപ്പോ അവന്റെ കാല് തല്ലിടിക്കാൻ പോവല്ലേ, എനിക്ക് വേണ്ടത് അവന്റെ ശവമാണ്. ഈ ചിന്തയോടെ ദേവ് ദിനേഷിന്റെ ഫോണിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, ഒരു കൊട്ടേഷൻ ഉണ്ട്. എനിക്ക് ഒരുത്തന്റെ ശവം വേണം, പകരം 20 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. കോൾ കട്ട് ചെയ്തു. എടാ ശിവ, നീ പോലീസിന് രക്ഷപ്പെട്ടു. ഹെഡ് ഷോട്ടിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? താൻ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് ദേവിന് അറിയില്ലായിരുന്നു. സ്വന്തം പ്രവൃത്തികളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അതേസമയം അങ്ങ് അകലെ ഗ്വാളിയാർ പാലസിൽ ഒരു കാർ ഇൻഡോറിലേക്ക് യാത്ര പോകുവാനുള്ള സജ്ജീകരണത്തിലായിരുന്നു. കൊട്ടാരത്തിന്റെ മാനേജർ രാജാവിനോട് വന്ന് പറഞ്ഞു, സർ, നാളത്തെ യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ ഇൻഡോർ എത്തും. ആദ്യമായി അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ട് മാനേജർ ചോദിച്ചു, സർ, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. സങ്കടമൊന്നും അല്ലടോ. ശിവയുടെ കാര്യം അറിഞ്ഞപ്പോ മുതല് എന്റെ ഈ സന്തോഷ കണ്ണുനീർ നിൽക്കുന്നില്ല. ഇത്രയും വർഷമായി ഈ നിമിഷത്തിനായി കാത്തിരിക്കായിരുന്നു ഞാൻ. അവനെ കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞു. ഇനി നാളെ വീണ്ടും അവനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവും.
മഹാദേവന്റെ കൃപ. ശംഭോ മഹാദേവ. അതേസമയം ഇൻഡോറിലെ ജയനഗറിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ശിവ ചെക്ക് ഇൻ ചെയ്തു. മുറിയിലെത്തി അവൻ കട്ടിലിൽ വെറുതെ ഇരുന്നു. ഈ സമയം ശിവയുടെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതേ പെൺകുട്ടി തന്നെയാണോ നന്ദിനി? പക്ഷെ നന്ദിനി തന്നെയാണ് ആ പെൺകുട്ടിയെങ്കിൽ എനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയും. എന്റെ അഭിമാനത്തിന് യാതൊരു വിലയുമില്ലേ? ഞാൻ ചെയ്യുന്നത് ശരിയോ അതോ തെറ്റോ? ഈ ചോദ്യങ്ങളാൽ അസ്വസ്ഥനായ ശിവ കണ്ണടച്ച് കൈകൾ കൂപ്പി. മഹാദേവ, ഇനിയെല്ലാം ഞാൻ അങ്ങയുടെ തീരുമാനത്തിന് വിടുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും. അല്പം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവൻ സ്വയം പറഞ്ഞു. ഇനി നാളെ നമുക്ക് കോടതിയിൽ കാണാം നന്ദിനി ബജാജ്. അടുത്ത ദിവസം രാവിലെ നന്ദിനിയും യാഷും ഫാമിലി കോർട്ടിലേക്ക് പോകാൻ തയ്യാറായി നിന്നു. പക്ഷേ ശിവയെ അവിടെ എവിടെയും കാണാനില്ല. അവനെ തിരഞ്ഞ് രേഖ പൂർണ്ണമായി കൺട്രോൾ വിട്ടുപോയ അവസ്ഥയിലായിരുന്നു. ആ ലൂസർ ശിവ എവിടെ പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഡിവോഴ്സിന് അവൻ സമ്മതം മൂളിയതല്ലേ, എന്നിട്ടിപ്പോ പറയാതെ എവിടേക്കാ ഓടിപ്പോയത്? വിട്ടേക്ക് മോം, അവൻ ഇവിടെ ഇല്ലെങ്കിൽ കോർട്ടിൽ വരും. പിന്നെ എങ്ങനെയായാലും ഇന്നാ ഡിവോഴ്സ് എനിക്ക് കിട്ടും. സോ യു ഡോണ്ട് വറി. പോകാം. പോവാം. അതേസമയം മറ്റൊരു സ്ഥലത്ത് ശിവ മഹാദേവനോട് പ്രാർത്ഥനയും വഴിപാടുകളും പൂർത്തിയാക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പൂർണ്ണ സമർപ്പണത്തോടെ നിലത്ത് തൊട്ടു വണങ്ങി അവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്ന് അവന്റെ മുഖത്തൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ഇതുവരെ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ശക്തി. അവനെ ചെറുതായി കണ്ട എല്ലാവർക്കും യഥാർത്ഥ ശിവ ആരാണെന്ന് കാണിക്കാൻ അവൻ ഒടുവിൽ തയ്യാറായി. അതേസമയം ബജാജ് ഫാമിലിയും യാഷും ഫാമിലി കോർട്ടിലെത്തി ശിവയെ കാത്തിരിക്കുകയായിരുന്നു. നന്ദിനി തന്റെ ലോയറിനോട് സംസാരിക്കാൻ പോയി. രേഖയും യാഷും ഒറ്റയ്ക്കായി. മോനെ, എന്റെ നന്നുനെ നീ നന്നായി നോക്കില്ലേ? തീർച്ചയായും, എന്നെക്കാളും കൂടുതൽ. അതിനു പുറമെ എന്റെ കമ്പനി ഇപ്പോൾ ഒരു വലിയ ബിസിനസ് ഡീൽ ക്ലോസ് ചെയ്യാൻ പോവാ, ഇൻഡസ് ഗ്രൂപ്പുമായിട്ട്. ആന്റി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ആ ഡീല് ഫൈനലൈസ് ആയ നിങ്ങളുടെ മകളെ കോടികളിൽ മൂടും. വാവ്, ഇൻഡസ് ഗ്രൂപ്പ് ആണോ? അത്ര വലിയ കമ്പനിയോ? സത്യം പറഞ്ഞ ആ വേൾഡിന്റെ ഭാഗമാകണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വയസ്സിൽ കോടികളുടെ പ്രഷർ ഞാൻ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ലക്ഷങ്ങൾ മതി, സന്തോഷം. നിങ്ങളുടെ മകൾ എന്റെ ഭാര്യയായ നിമിഷം മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങളുടേത് കൂടിയാണ്. അത് കേട്ടപ്പോൾ രേഖയ്ക്ക് ആശ്വാസമായി. അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ആയി എന്നവൾ ചിന്തിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞ സമയത്ത് ശിവ കോർട്ടിലെത്തി. നന്ദിനിയെ അവളുടെ ലോയറിനൊപ്പം കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഒരു അജ്ഞാതമായ ആശയക്കുഴപ്പത്തിൽ മുങ്ങി. നന്ദിനി, അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം. 12 വർഷം മുൻപ് നടന്നത് നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ? 12 വർഷം ഈ സെയിം പഴയ കഥ കേട്ട് എന്റെ ചെവി തിന്നല്ലേ? സോ മിണ്ടാതിരുന്ന് ഈ ഡാം ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്. ജീവിതം മുഴുവൻ കാത്തിരുന്ന നിമിഷം കിട്ടിയതുപോലെ അവൾ ആ ഡോക്യുമെന്റ്സ് അവന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു.
കമോൺ, ഡു ഇറ്റ്. നീ എടുക്കുന്നത് ശരിയായ തീരുമാനമാണ് നന്ദിനി. ഈ ലൂസറിനെ ഒഴിവാക്കുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം തന്നെ. വർഷങ്ങളായി ബജാജ് ഫാമിലിയുടെ അവശിഷ്ടങ്ങൾ കഴിച്ചാണ് നീ ജീവിച്ചത്. ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? ശിവ ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത നിമിഷം തന്നെ ബജാജ് ഫാമിലിയും യാഷും അവിടെ നിന്ന് പാഞ്ഞുപോയി. അവൻ ഉള്ളിടത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. കോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു 2 ചുവട് വെച്ചതേയുള്ളൂ. ഒരു ലക്ഷറി കാർ വന്ന് നേരെ അവന്റെ മുന്നിൽ നിർത്തി. വാതിൽ തുറന്നു. രാജകീയ ടർബൻ ധരിച്ച ഒരു പുരുഷൻ പുറത്തേക്കിറങ്ങി. ശിവയെ കണ്ട നിമിഷം അയാളുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു. രാജാവിനെ കണ്ടതും ശിവയുടെ മുഖം തെളിഞ്ഞു. അവൻ മുന്നോട്ട് ചെന്ന് ആദരവോടെ അയാളുടെ കാൽ തൊട്ടു. കൊട്ടാരം നിന്നെ കാത്തിരിക്കായിരുന്നു മകനെ. ഒരു രാജാവില്ലാത്ത കൊട്ടാരം വെറും കെട്ടിടം മാത്രമാ. ഈ പഴയ ചുമലുകൾക്കിനി ഈ ഉത്തരവാദിത്തങ്ങൾ ചുമക്കാൻ കഴിയില്ല. സമയമായി, വീട്ടിലേക്ക് പോവാം. ശിവ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ ഒരു തീരാത്ത പസിൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഫോൺ റിംഗ് ചെയ്തു. ഇൻഡസ് ഗ്രൂപ്പിലെ ദിനേശ് ആയിരുന്നു വിളിച്ചത്. സംസാരിക്കുമ്പോൾ തന്നെ ശിവയുടെ മുഖഭാവം മാറി. അവൻ അയാൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. കോൾ കട്ട് ചെയ്ത് അവൻ ഡ്രൈവറിനോട് പറഞ്ഞു, ഇൻഡസ് ടവറിലേക്ക് വിട്, ഇപ്പൊ തന്നെ. രാജാവിന് ആ ബ്ലൈൻഡ് ഫെയ്ത്തും ഒബ്സഷനും ഇഷ്ടമായില്ല. പക്ഷെ ശിവ സംസാരിച്ചാൽ അവിടെ തർക്കത്തിനുള്ള ഇടമൊന്നും ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നഗരത്തിന്റെ നടുവിലെ ഒരു സീക്രട്ട് ക്ലബിന്റെ അടിയിൽ ഒളിപ്പിച്ചിട്ടുള്ള ബേസ്മെന്റിൽ എല്ലാത്തരം ഇല്ലീഗൽ ഡീൽസും നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഹൈ സ്റ്റേക്സ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഹോൾ മുഴുവൻ അസാസിൻസ്, ഷാർപ്പ് ഷൂട്ടേഴ്സ്, അണ്ടർവേൾഡിലെ പുതിയ റിക്രൂട്ട്സ് എന്നിവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഈ സൈഡിലായാലും വെസ്റ്റ് സൈഡിലായാലും നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, മേജർ ശിവായ്. മേജർ വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനാൽ നമ്മുടെ ചെറിയ പിണക്കങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കണം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ സമയമായി. മേജർ നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്തത് ഒരിക്കലും മറക്കരുത്. ആ മുറി മുഴുവൻ ആവേശം പടർന്നു. എല്ലാവരും മേശകളിൽ കൈകൊണ്ടടിച്ച് പൂർണ്ണ പിന്തുണ അറിയിച്ചു. പക്ഷേ പിന്നിൽ ദാഗയും തേജയും എന്ന 2 പുതിയ കില്ലേഴ്സ് ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി നിന്നു. ആരായാള്? ഇവരാരെക്കുറിച്ചാ പറയുന്നത്? നീ ആ പേര് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഒരു ക്ലൂ പോലും ഇല്ല. നോക്ക്, ഹെഡ്ഷോട്ട് അവിടെ നിൽക്കുന്നു, പോയി ചോദിക്കാം. ഹെഡ്ഷോട്ട് ഈ ബിസിനസ്സിൽ പഴയ ആളായതുകൊണ്ട് ഉത്തരം അയാൾക്ക് അറിയാമായിരിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഹെഡ്ഷോട്ട്, ഞങ്ങളെക്കാൾ വളരെ മുൻപ് നിങ്ങൾ ഈ മേഖലയിലുള്ള ആളല്ലേ? ഈ മേജർ ശിവായ് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ദൈവമേ, ഈ പാർട്ടി ഇപ്പം നടക്കുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ 2 പേരെയും ജീവനോടെ മണ്ണടക്കുമായിരുന്നു. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇത് ചോദിച്ചേ? 5 വർഷം മുൻപേ എന്താ നടന്നതെന്ന് അറിയില്ലേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. 5 വർഷം മുൻപ് ഒരു പൂർണ്ണ സൈക്കോ അണ്ടർവേൾഡിനെ കീറി മുറിച്ചു. അവൻ ആളുകളെ കൊല്ലും, തൂക്കും, ജീവനോടെ കത്തിക്കും. അവൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യൻ അണ്ടർവേൾഡിന്റെ ഓരോ കോണും റൂൾ ചെയ്യണം. പക്ഷെ ഒരു പഴമൊഴി ഉണ്ടല്ലോ, ഓരോ വില്ലനും അവനെ താഴെ ഇറക്കാൻ ഒരു ഹീറോ വേണം. നമ്മുടെ കഥയിൽ ആ ഹീറോ ഒരാളാണ്, മേജർ ശിവ. മേജർ എത്തിയ നിമിഷം അദ്ദേഹം ആ മനുഷ്യനെ പൂർണ്ണമായി തകർത്തു. ഒരു രാത്രി കൊണ്ട് തന്നെ അവന്റെ എംപയർ മുഴുവൻ പൊളിച്ചു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലിരുന്ന ആ രുദ്രാക്ഷമാല. പിന്നെന്ത് സംഭവിച്ചു? അദ്ദേഹം എല്ലാവരെയും പൊടി പോലെ പറത്തി. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകളുകൊണ്ട് കണ്ടതാ. 735 പ്രൊഫഷണൽ കില്ലേഴ്സിനെ അദ്ദേഹം ഒറ്റ ആയുധം പോലും ഉപയോഗിക്കാതെ വീഴ്ത്തി. അന്ന് ഞാൻ തെറ്റായ ഒരു കൂട്ടത്തിലായിരുന്നു. നിരപരാധികളെ കൊല്ലുന്ന ഒരു പിശാച്. മേജർ എന്നത്ര ക്രൂരമായി അടിച്ചു. ഈ മുഖത്ത് ഈ മാറാത്ത പാട് അദ്ദേഹം തന്നതാ. ആ അടി തന്നെയാണ് എന്നെ മാറ്റിയത്. ഞാൻ വിശ്വാസിയായി. അവൻ മഹാദേവന്റെ തന്നെ ഒരു അവതാരം പോലെ. നമ്മളെപ്പോലുള്ള അഴുക്കുകൾക്കും അവൻ കരുണ കാണിച്ചു. ഈ പാട് അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമാണ്. ദാഗയും തേജയും വാക്കുകളില്ലാതെ നിന്നു. അങ്ങനെ ഒരു മനുഷ്യൻ സത്യത്തിൽ ഉണ്ടായിരുന്നു എന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സീരിയസ്ലി,
ഒരു കള്ളക്കഥ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുന്നു കരുതിയോ? നിങ്ങൾ അവൻ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടോ? ആ കറുത്ത രാത്രിയിൽ ഒരൊറ്റ സിംഹം മുഴുവൻ ഹൈന കൂട്ടത്തെ നേരിട്ടു. മനസ്സിലായോ? ഒക്കെ ഓടുന്ന്. ഓ ബോസ്, ദേവാണ്, ദിനേഷിന്റെ നെഫ്യൂ. സത്യമായിട്ട് പറയാം യങ് ബോസ്, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്കിളിനെ പോലെ തന്നെ തോന്നുന്നു. പറയ്, എന്താ വേണ്ടത്? എനിക്ക് ഒരാളെ തട്ടണം, ഒരു എൻകൗണ്ടർ. സോറി ബോസ്, ഇപ്പോ ഞാൻ കോൺട്രാക്ട്സ് ഒന്നും എടുക്കാറില്ല. 5 ലക്ഷം തന്നാലോ? ഇത് പണത്തിന്റെ കാര്യമല്ല, ടൈമിംഗ് ശരിയല്ല. ഇപ്പൊ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്. 10 ലക്ഷം ആക്കിയാലോ? ബോസ് മനസ്സിലാക്കണം, എന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 20 ലക്ഷം ഫൈനൽ ഓഫർ. ബോസ്, 20 ലക്ഷം തന്നാ ഞാൻ എന്നെ തന്നെ വെടിവെക്കും. ഫോട്ടോ അയച്ചോളൂ. പേരെന്താ? അവന്റെ പേര് ശിവായ്, ബജാജ് ഫാമിലിയിലെ മരുമകന്. ഫോട്ടോ ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. ഗോട്ട് ഇറ്റ് ബോസ്. മീറ്റിംഗ് റൂമിലെ നിശബ്ദത നീക്കി ദിനേഷ് ആ പെൺകുട്ടിയെക്കുറിച്ച് അവർ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ തുടങ്ങി. സർ, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം 12 വർഷം മുന്നത്തെ ആ കേസ് ഞങ്ങൾ വീണ്ടും റീഓപ്പൺ ചെയ്തു. ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയത് ഇതാണ്. 35 വർഷം മുൻപ് നന്ദിനിയുടെ അച്ഛൻ കേശവ് ബജാജ് വന്ദന എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവള് ദരിദ്രയായതിനാൽ കേശവിന്റെ അച്ഛൻ രഘുബീർ ബജാജ് അവനെ രേഖയുമായി ബലമായി കല്യാണം കഴിപ്പിച്ചു. പക്ഷെ കേശവ് വന്ദനയെ കാണുന്നത് ഒരിക്കലും നിർത്തിയില്ല. ഇതുവരെ ഈ ഫാമിലി ഇത് പൂർണ്ണമായി സീക്രട്ടായിട്ട് തന്നെയാണ് സൂക്ഷിച്ചത്. ദേ നോക്ക്, ഇത് ആ 2 പെൺമക്കളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇത് മറ്റേ മകളുടെ ഫോട്ടോ ആണ്. ഒന്നിനു പിന്നാലെ ഒന്നായി ദിനേഷ് തെളിവുകളെല്ലാം പുറത്തെടുത്തു. അന്ധമായ വിശ്വാസവും പ്രണയവും എത്ര അപകടകരമാണെന്ന് ശിവയ്ക്കൊടുവിൽ മനസ്സിലായി. ആ മുത്തച്ഛന്റെ മാനിപ്പുലേഷൻ തന്നെയാണ് ശിവയുടെ ജീവിതം മുഴുവൻ തകർത്തത്. 12 വർഷം മുൻപ് അവൻ കണ്ട പെൺകുട്ടി നന്ദിനി തന്നെയാണെന്ന് വിശ്വസിപ്പിച്ച് അവനെ വളരെ കൃത്യമായി കബളിപ്പിച്ചിരിക്കുന്നു അയാൾ. മറുവശത്ത് അതേസമയം നന്ദിനിക്ക് മനസ്സിന് ഒരു സമാധാനവുമില്ലായിരുന്നു. കോർട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ ലക്ഷറി കാസിന്റെ ഒരു കോൺവോയ് അവളുടെ അടുത്തുകൂടെ കടന്നുപോയി. അതിൽ ഒരു കറുത്ത SUV-യിൽ ശിവയെ കണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മോം, എനിക്ക് 100% ഷുവറാണ് ആ ബ്ലാക്ക് SUV-യിൽ ശിവ ഉണ്ടായിരുന്നു. സ്വീറ്റി, മണ്ടത്തരം പറയാതെ. ആ ലൂസർ ശിവയാണോ? അവൻ അത്രയും വലിയ കാറിൽ എങ്ങനെ വരും? ഇല്ല മോം, ഞാൻ സീരിയസ് ആണ്. അത് അവൻ തന്നെയായിരുന്നു. നീ അത് വിട്. ഇനി നീ യഷിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അവന്റെ കമ്പനിക്ക് ഇൻഡസ് ഗ്രൂപ്പ് കോൺട്രാക്ട് കിട്ടിയല്ലോ. ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ അവന്റെ പണത്തിൽ നമ്മൾ അർമാദിക്കും. അമ്മ പറഞ്ഞത് ശരിയാണെന്ന് നന്ദിനിക്കും തോന്നി. അവൾ ആ ഫീലിംഗ് ഒക്കെ മനസ്സിൽ നിന്ന് തള്ളി മാറ്റി മൂഡൊന്ന് ലൈറ്റൻ ചെയ്യാൻ ശ്രമിച്ചു. ആ ഫോട്ടോ കണ്ട നിമിഷം ശിവ ഫ്രീസായി. അവൻ ഫോട്ടോ മുറുക്കി പിടിച്ചു. അലഞ്ഞിരുന്ന ആത്മാവിന് ഒടുവിൽ ശാന്തി കിട്ടിയതുപോലെ അവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ നിന്ന് വിട്ടുമാറിയില്ല. അവന്റെ ഹൃദയം ഇടിച്ചു കുതിക്കുകയായിരുന്നു. ഇത് അവൾ തന്നെയാണ്. ഒരിക്കൽ അവൻ തന്റെ ലോകം മുഴുവൻ സമർപ്പിച്ച ആ പെൺകുട്ടി. അവള് തന്നെയാ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ബജാജ് ഫാമിലിയുടെ സീക്രട്ട് ഡോട്ടറാണോ അവള്? പക്ഷെ എങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇത്ര ഒരുപോലെ മുഖച്ചായ വന്നു? യെസ് സർ, ഇവൾ അവന്തികയാണ്, ദ ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടർ. അവളുടെ അമ്മ വന്ദന അവളെ പ്രസവിക്കുമ്പോൾ തന്നെ മരിച്ചു. നിങ്ങളുടെ വഴിയിൽ അവൾ ഒരിക്കലും വരാതിരിക്കാൻ നന്ദിനിയുമായി നിങ്ങളുടെ വിവാഹം ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അവളുടെ മുത്തച്ഛൻ അവളെ ഒരു ഹോസ്റ്റലിലേക്ക് അയച്ചു. 12 വർഷം മുൻപ് നടന്ന ആ ഹ്യൂമൻ ട്രാഫിക്കിംഗ് റെസ്ക്യൂ സമയത്ത് നിങ്ങൾ കണ്ടത് അവന്തികയെ തന്നെയായിരുന്നു. 12 വർഷം. ആ വാക്കുകൾ കേട്ടതും ശിവ തന്റെ പഴയ കാലത്തിന്റെ ഓർമ്മകൾ അയവിറക്കി. ആ രാത്രി, ആ ഗുണ്ടകളിൽ നിന്ന് അവന്തികയെ അവൻ രക്ഷിച്ച രാത്രി, അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം തന്റെ മുഴുവൻ ഫ്യൂച്ചർ അവിടെ തന്നെ കാണുന്നത് പോലെ അവന് തോന്നി. രണ്ടുപേരുടെയും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു അത്. അന്ന് എന്റെ കൂടെ നിന്നത് അവൾ തന്നെയായിരുന്നു. ഞാൻ സ്നേഹിച്ചത് അവളെയാണെന്നും ഇത്ര വർഷം അവളെ എന്നിൽ നിന്ന് അകറ്റി വെച്ചതാണെന്നും എനിക്ക് അന്ന് അറിയാമായിരുന്നെങ്കിൽ മഹാദേവനാണ് സാക്ഷി. അവളെ കണ്ടെത്താൻ ഞാൻ ലോകം തന്നെ കുലുക്കിയനെ. അവൾക്ക് 20 വയസ്സാകുമ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അവളോട് പ്രോമിസ് ചെയ്തിരുന്നു.
നിനക്ക് 20 വയസ്സാവുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കും. പക്ഷേ എനിക്കെന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഇനി മുതൽ മഹാദേവനോട് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കും, എത്രയും വേഗം നിന്നെ എന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്ന ശിവ തന്നെ നിയന്ത്രിച്ച് ദിനേശിന്റെ നേരെ തിരിഞ്ഞു. അവന്തിക ഇപ്പൊ എവിടെയാ? സർ, ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഇന്ന് ആഫ്റ്റർനൂൺ മുതൽ അവൾ മിസ്സിംഗ് ആണ്. കുട്ടിക്കാലത്തുള്ളതുപോലെ തന്നെ അവളെ വീണ്ടും ചെയ്തതാണെന്ന് തോന്നുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടും. ആരാണ്? സർ, കോൺട്രാക്ട് സൈൻ ചെയ്യാൻ മിസ്റ്റർ യഷ് ജതാവത്തിനെ വിളിച്ചല്ലോ. അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനോട് വെയിറ്റ് ചെയ്യാൻ പറ. ഹലോ, അവന്തികയുടെ കാര്യത്തിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? ഈ സമയത്ത് ശിവ അവന്തികയെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ബജാജ് ഫാമിലി മുഴുവൻ കൃത്യമായി പ്ലാൻ ചെയ്തൊരുക്കിയ ഒരു കോൾഡ് കോൺസ്പിരസി പോലെയായിരുന്നു അവന് തോന്നിയത്. അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന പേടി അവന്റെ മനസ്സിൽ നിന്ന് പോയില്ല. പിന്നെ അവൻ ഭയന്നിരുന്ന ആ മറുപടി തന്നെ വന്നു. എന്താ അവന്തികയ്ക്ക് എന്ത് സംഭവിച്ചു? സർ, കാര്യങ്ങൾ കൈവിട്ടുപോയി. രേഖ അവന്തികയെ തണ്ടർ നൈറ്റ് ക്ലബില് വിക്കി എന്ന ഒരാൾക്ക് 2 കോടി രൂപയ്ക്ക് വിറ്റോ? ശിവയ്ക്ക് ആ പേരറിയാം. വിക്കി ഏറ്റവും താഴ്ന്നതിൽ താഴ്ന്ന ഒരു മനുഷ്യൻ. പണം കൊണ്ടും പവർ കൊണ്ടും സ്ത്രീകളെ ഒരു വസ്തുവെന്നതുപോലെ വാങ്ങുന്ന തലതെറിച്ചവൻ. ആ സ്ത്രീകളുടെ നിസ്സഹായതയിൽ അവൻ രസിക്കും. വെറും കാമത്തിന്റെ ഇരയായി മാത്രം അവരെ കാണും. ഇന്ന് വിക്കിക്ക് പുതിയ ടാർഗറ്റ് അവന്തികയായിരുന്നു. പട്ടിണി കിടക്കുന്ന ഒരു നായയെ പോലെ അവൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. അവന്തികയ്ക്ക് അപകടം മനസ്സിലായി. അവിടെ നിന്ന് ഓടിപ്പോകാൻ അവൾ പല വഴികളും തേടി. പക്ഷേ വിക്കി അവളെ വിടാൻ തയ്യാറല്ലായിരുന്നു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ, നോക്ക്, എനിക്ക് പോലീസും ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ ഡീല് നിന്റെ റെസ്പോൺസിബിലിറ്റിയാ. ഡെലിവറി നീ തന്നെയാണ് ഉറപ്പാക്കേണ്ടത്. മറുവശത്ത് രേഖ പുഞ്ചിരിച്ചു. ഇനി ഈ പെൺകുട്ടിക്ക് പേരില്ല, ഐഡന്റിറ്റി ഇല്ല, ഒന്നുമില്ല. വിക്കി പറഞ്ഞത് കേട്ട് അവന്തിക പേടിച്ചു വിറച്ചു. അവൾ മുഖം തിരിച്ച് വസ്ത്രം ഒന്ന് ശരിയാക്കി അവനിൽ നിന്ന് മാറിയിരിക്കാൻ ശ്രമിച്ചു. അവന്തിക, നീ അവിടെ എന്താ ഇങ്ങനെ ദൂരെ പോയിരിക്കുന്നത്? ഇവിടെ വാ, എന്റെ അടുത്ത് വന്നിരിക്കേ. നമുക്ക് ഡീൽ സൈൻ ചെയ്യാം. അവന്തികയുടെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് ഓടി. വിക്കിയുടെ ഇന്റൻഷൻസ് ഇപ്പോൾ പൂർണ്ണമായി ക്ലിയർ ആയിരുന്നു. അവൾ വീണ്ടും ഒരു അപകടത്തിൽ കുടുങ്ങിയിരുന്നു. പെട്ടെന്ന് അവളുടെ ബാല്യകാല ഓർമ്മകളെല്ലാം കുത്തനെ തിരിച്ചു വന്നു. രേഖ അവളെ അടിച്ചു പീഡിപ്പിച്ചിരുന്ന ദിവസങ്ങൾ, വീട്ടുവേലക്കാരിയെ പോലെ ഉപയോഗിച്ചിരുന്നത്. നന്ദിനേക്കാൾ അവൾ സ്മാർട്ടായതിനാൽ രേഖ അവളെ കോളേജ് പൂർത്തിയാക്കാൻ പോലും അനുവദിച്ചില്ല. നന്ദിനേക്കാൾ അവൾ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് നന്ദിനിക്കും അവളോട് അസൂയയായിരുന്നു. അവൾ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കുറ്റം അവന്തികയുടെ തലയിലിടുമായിരുന്നു. അപമാനവും വേദനയും നിറഞ്ഞ ദിവസങ്ങൾ. 12 വർഷം മുൻപുണ്ടായിരുന്ന ആ ബാലൻ ഒരു നാൾ തിരിച്ചു വന്ന് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന ഒരേ ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവന്തിക ജീവിച്ചത്. എനിക്കിപ്പോ തന്നെ തണ്ടർ നൈറ്റ് ക്ലബിലേക്ക് പോണം. കാർ റെഡിയാക്ക്, ഫാസ്റ്റ്. ഒരു കാര്യം കൂടി, ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം ഒരു വാക്ക് പോലും പുറത്തു പോകരുത്. അവന്തികയെ തിരിച്ചു കിട്ടും വരെ ഞാൻ ആരാണെന്ന് ആരും അറിയരുത്. അവന്തികയെ വിക്കിക്ക് വിട്ടു എന്ന് കേട്ടതും ശിവയുടെ രക്തം ആളിക്കത്തി. അവന്റെ കണ്ണുകൾ അഗ്നിപർവ്വതം പോലെ കത്തുകയായിരുന്നു. ലോകം തന്നെ കത്തിക്കാൻ തയ്യാറായതുപോലെ. നീയോ? നീ ഇവിടെ എന്ത് ചെയ്യാ? ഓ, ലെറ്റ് മി ഗസ്, സെക്യൂരിറ്റി ഗാർഡ് ജോബ് അന്വേഷിക്കാണോ? ഇവിടെയുള്ള ഗാർഡ്സ് പോലും വെൽ ക്വാളിഫൈഡ് ആണ്. പക്ഷെ നീ വിഷമിക്കണ്ട, നാളെ എന്റെ ഓഫീസിലേക്ക് വാ. നിന്നെ പ്യൂണായിട്ട് എടുക്കാം. മാസം 5000. ഡീൽ? ഏയ്, നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ ആരാന്ന് നിനക്കറിയോ? ഇൻഡസ് ഗ്രൂപ്പുമായിട്ട് ഒരു മാസീവ് ഡീൽ സൈൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ. നമ്മുടെ കമ്പനീസ് കൊളാബറേറ്റ് ചെയ്യുന്ന നിമിഷം ഞാനൊരു മൾട്ടി മില്യണയർ ആവും. ഇങ്ങനെ. പക്ഷെ നീയോ? നീ എന്നും ഒരു സാധാരണക്കാരനായിരിക്കും. ലൂസർ. പിന്നെ അവളുടെ പേരെന്തായിരുന്നു? നന്ദിനി. അവള് പോലും നിന്നെ ഒഴിവാക്കിയെന്നാണല്ലോ കേട്ടത്. നിന്റെ കച്ചറ സംസാരം കേൾക്കാൻ എനിക്ക് സമയമില്ല. മാറി നിൽക്ക്. ഡാ കാലതീനി, എന്നെ ഇഗ്നോർ ചെയ്യാണോ നീ? കോൺട്രാക്ട് സൈൻ ആയാ മതി. നിന്നെ നിന്റെ യഥാർത്ഥ സ്ഥലത്ത് ചേരിയിൽ ഞാൻ എത്തിക്കും.
ദിനേഷ്, യാഷുമായി ഇൻഡസ് ഗ്രൂപ്പ് ഒരു ഡീലും സൈൻ ചെയ്യില്ല. യെസ് സർ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ദിനേഷ് ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ റെഡിയാണ്. മിസ്റ്റർ ദിനേശ് ഓർഡർ ഇട്ടിട്ടുണ്ട്. നിങ്ങളുമായുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്ത്? ഇതെന്താ ഇങ്ങനെ? എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ? എന്റെ എല്ലാം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡീല് പോയാൽ ഞാൻ തകരും, ഞാൻ റോഡിലാകും. സോറി സർ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഒരു വളരെ പവർഫുൾ ആയ വ്യക്തിയെ നിങ്ങൾ ഒഫൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഡീൽ ചെയ്തത്. ഇപ്പോ പ്ലീസ് ഇമ്മീഡിയറ്റ്ലി ഇവിടെ നിന്ന് പോകൂ, അല്ലെങ്കിൽ സെക്യൂരിറ്റി നിങ്ങളെ പുറത്തേക്ക് എസ്കോർട്ട് ചെയ്യും. ഗെറ്റ് ഔട്ട്. ആരായിരിക്കും അത്? ശിവയാണോ? നോ വേ. അവൻ നന്ദിനിയുടെ എക്സ് അല്ലേ? അവൻ അങ്ങനെ ഹോൾഡ് ഉണ്ടാവില്ലല്ലോ. യാഷിന്റെ തല കറങ്ങി. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അവൻ പവർഫുള്ളായ ആരെയെങ്കിലും ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്നോർത്തു. ഇല്ല, ശിവയൊഴികെ ആരുമില്ല. തല പൊട്ടി ആലോചിച്ചിട്ടും അവനൊന്നും മനസ്സിലായില്ല. അതേസമയം ശിവായി പാർക്കിംഗ് ലോട്ടിലെത്തി. ഫുൾ സ്പീഡിൽ കാർ എടുത്ത് പറന്നു. ഒരു സെക്കൻഡ് പോലും ഡിലേ ആയാൽ അവന്തികയുടെ ജീവൻ പോയേക്കാം എന്ന് അവൻ അറിയാമായിരുന്നു. റിലാക്സ് മിസ്റ്റർ ദേവ്, ഡോണ്ട്. ഇന്ന് തന്നെ ആ ആളെ ഗെയിമിൽ നിന്ന് ഞാൻ പുറത്താക്കും. നീ ആ പറഞ്ഞത് കേട്ടാ മതി. ഇനിയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റും. ഓക്കെ. നഗരത്തിന്റെ മറുവശത്ത് ദേവ് തന്റെ റിവെഞ്ച് ആസ്വദിക്കുകയായിരുന്നു. മഹാദേവ, എന്ത് സംഭവിച്ചാലും പ്ലീസ് അവന്തികയെ സേഫായി കാത്തോളണേ. ശിവ ആക്സിലേറ്റർ പൂർണ്ണമായി ചവിട്ടി. എഞ്ചിൻ ഗർജിച്ച് കത്തിക്കൊണ്ടിരിക്കെ നഗരത്തിലെ ഓരോ റെഡ് ലൈറ്റും തകർത്തുകൊണ്ട് അവൻ തണ്ടർ നൈറ്റ് ക്ലബിലേക്ക് പാഞ്ഞു. അതേസമയം ഇൻഡസ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് യാഷ് പുറത്തേക്ക് തള്ളി വീണതുപോലെ ഇറങ്ങിയപ്പോൾ അവന്റെ മനസ്സ് പൂർണ്ണമായി കറങ്ങുകയായിരുന്നു. ആരെയാണ് താൻ ഒഫൻഡ് ചെയ്തത് എന്ന ചിന്തയിൽ അവൻ പേടിച്ചു വിറച്ചു. യഷ്, ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞോ? മറക്കരുത്, നന്ദിനിയുടെ ബർത്ത്ഡേ അടുത്ത് വരിക. എല്ലാ എംപ്ലോയീസിനെയും ഇൻവൈറ്റ് ചെയ്യണം, എസ്പെഷ്യലി മിസ്റ്റർ ദിനേശിനെ. നന്ദിനിയും ദിനേശും തമ്മിൽ ഒന്ന് മാച്ച് ആയി പോയാ അത് നമ്മൾ എല്ലാവർക്കും ഗുണം തന്നെയാകും. ഐ മീൻ പ്രൊഫഷണലി സ്പീക്കിംഗ്. ഓക്കെ, വേറെ അർത്ഥത്തിൽ എടുത്തേക്കരുതേ. മിണ്ടാതിരിക്കെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ കിളവി? ഡീൽ ഡെഡാണ്, അത് ക്യാൻസൽ ചെയ്തു. ഇത്ര തുറന്ന ഡിസ്റെസ്പെക്റ്റോടെ രേഖയോട് യാഷ് സംസാരിക്കുന്നത് ഇതാദ്യമായിരുന്നു. പക്ഷേ എങ്ങനെ? അത് ഓൾറെഡി പറഞ്ഞുറപ്പിച്ച ഡീലല്ലേ? എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ ആകെ തകർന്നിരിക്കുക. റോഡിൽ ഇറങ്ങേണ്ടി വരും. ഇതിന്റെ ഇടയിലാണോ നന്ദിനിയുടെ ബർത്ത്ഡേ? കത്തിക്കയറിയ ദേഷ്യത്തിൽ അവൻ ഫോൺ പൊട്ടിക്കുന്നത് പോലെ അടിച്ചു വെച്ചു. കണ്ടോ, യഷും യൂസ്ലെസ് തന്നെയാ. അവന്റെ ഡീല് നടക്കാതെ പോയി. എന്ത്? ക്യാൻസൽ ചെയ്തോ? അപ്പൊ മിസ്റ്റർ ദിനേശ് ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ലേ? പിന്നെ കമ്പനി സേവ് ചെയ്യാൻ വേണ്ട 2 കോടി നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും? നമുക്ക് ഗ്രാൻഡ് പായുടെ ബംഗ്ലാവ് വിറ്റാലോ? അതിൽ നിന്ന് കുറഞ്ഞത് 2-3 കോടിയെങ്കിലും കിട്ടുമല്ലോ, റൈറ്റ്? റിലാക്സ് സ്വീറ്റി, വീടൊന്നും വിൽക്കണ്ട. നമ്മുടെ ഡിയർ അവന്തിക ഒടുവിൽ ഉപകാരപ്പെടാൻ പോവുകയാണ്. വിക്കി എന്നൊരു മാഫിയ ബോസ് ഉണ്ട്. അവൻ അവന്തികയോടൊരു താല്പര്യം. 2 കോടി തരാൻ അവൻ റെഡിയാണ്. 50 ലക്ഷം അഡ്വാൻസ് ആയിട്ട് അവൻ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ബാക്കി നാളെ വരും. പിന്നെ നീ ഇനി യഷിനെ കുറിച്ച് ചിന്തിക്കണ്ട. അവനില്ലെങ്കിൽ മറ്റൊരാൾ. അടുത്ത തവണ ഞാൻ നിനക്ക് ഇൻഡോറിലെ ഏറ്റവും റിച്ച് ബാച്ചുലറിനെ തന്നെ കണ്ടെത്തിത്തരും. ഇന്റർനാഷണൽ കോർപ്പറേഷൻസിലുള്ളവൻ, ലോകം മുഴുവൻ തല ഉയർത്തി നിൽക്കുന്ന ആളെ. അത് കേട്ട് നന്ദിനിയുടെ മുഖം തെളിഞ്ഞു. രേഖ പറയുന്ന ആ മനുഷ്യൻ ശിവ തന്നെയാണെന്ന് അവൾക്കൊരു ധാരണ പോലും ഇല്ലായിരുന്നു. അവൾ ബെഗർ എന്ന് വിളിച്ച് തള്ളിപ്പറഞ്ഞ അതേ ശിവ. രേഖ പൂർണ്ണ സന്തോഷത്തിലായിരുന്നു. പോക്കറ്റിൽ 50 ലക്ഷം വന്നിരിക്കുന്നു. അവന്തികയെ പെർമനന്റലി ഒഴിവാക്കാനും പോകുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ അവൾ അവന്തികയെ വെറുത്തിരുന്നു. ഭർത്താവിന്റെ അഫയറിന്റെ ജീവനുള്ള തെളിവ് പോലെ. വർഷങ്ങളായി അവളെ ഇല്ലാതാക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ നിയമത്തിന്റെ പേടിയും അമ്മായച്ചനെയും ഭയന്നിട്ടായിരുന്നു അവൾ പിന്നോട്ട് നിന്നത്. ഇപ്പോൾ കമ്പനി സേവ് ചെയ്യണമെന്ന മറവിൽ അവൾക്കൊടുവിൽ അവസരം കിട്ടി. പന്ത്രണ്ട് വർഷം മുൻപും അവൾ ഇതുപോലെ ഗുണ്ടകൾക്ക് അവന്തികയെ, പക്ഷേ ഭാഗ്യം കൊണ്ട് അവന്തിക രക്ഷപ്പെട്ടു.
ഈ തവണ രേഖയ്ക്ക് ഉറപ്പായിരുന്നു അവളുടെ പ്ലാൻ വിജയിക്കുമെന്ന്. പക്ഷേ ഇനി മുന്നിൽ എന്താണ്? ശിവയ്ക്ക് അവന്തികയുടെ അടുത്ത് സമയത്തെത്താൻ പറ്റുമോ? ശിവയ്ക്ക് അവന്തികയെ രക്ഷിക്കാനാകുമോ? ഗുണ്ടകൾ അവനെ കൊല്ലുമോ? ദേവ് ദിനേഷിന്റെ സ്വന്തം നെഫ്യൂ ആണെന്നും ശിവയെ കൊല്ലാൻ അവൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും ശിവയറിഞ്ഞാൽ എന്താകും? ഡീൽ ഫെയിലായ വാർത്ത കേട്ടാൽ രേഖയും നന്ദിനിയും എങ്ങനെ പ്രതികരിക്കും? പിന്നെ യാഷിന് ഒരിക്കലെങ്കിലും ശിവ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാകുമോ? ജയിലിൽ കിടന്ന രാത്രി ശിവയ്ക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പലവിധ ചിന്തകൾ അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. സമയം ഒരു യുഗം പോലെ ഇഴഞ്ഞു നീങ്ങി. നന്ദിനി പറഞ്ഞ ഓരോ വാക്കും അവന്റെ ഹൃദയത്തിൽ തറച്ച കത്തിമുന പോലെ വേദനിപ്പിച്ചു. നന്ദിനിയുടെ സ്വഭാവം ഇത്രയും തരം താഴ്ന്നതാകുമെന്ന് ശിവ കരുതിയിരുന്നില്ല. സത്യസന്ധമായ സ്നേഹത്തിന്റെ അവസാനം ഇത്ര മോശമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കഴിഞ്ഞ കാലം മുഴുവൻ അവൾക്ക് വേണ്ടി ഒരു അടിമയെ പോലെ ഞാൻ കഴിഞ്ഞു. അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു. എന്നിട്ടും അവളുടെ മനസ്സലിഞ്ഞില്ല. ഒരിക്കലും എന്റെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞില്ല. മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ വേദന ഒതുക്കാൻ ശ്രമിച്ചു. എന്റെ പ്രണയമായിരുന്നു നീ. 12 വർഷം ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം, നമ്മുടെ സന്തോഷം, എല്ലാം. എന്നിട്ടും എന്തിനു നന്ദിനി? എന്തിനാണ് എന്നോട് ചെയ്തത്? നീ എന്റെ യഥാർത്ഥ പ്രണയമായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ഇങ്ങനെ പെരുമാറാൻ കഴിയില്ലായിരുന്നു നന്ദിനി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹാദേവ, എന്തൊരു പരീക്ഷണോ അത്! ശിവ മുഷ്ടി പതിയെ തുറന്നു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ അവന് തോന്നി. അവന്റെ മുഖത്ത് വേദനയുടെ ആഴമേറിയൊരു നിഴൽ പതിഞ്ഞു. മറുവശത്ത് തനിക്ക് നേരിട്ട അപമാനം കാരണം നന്ദിനിയുടെ കോപം ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയുകയായിരുന്നു. അർദ്ധരാത്രിയോട് അടുത്തപ്പോഴാണ് അവൾ വീട്ടിലെത്തിയത്. ദേഷ്യത്തോടെ വേഗത്തിൽ കാറ് പാർക്ക് ചെയ്ത് അവൾ ഇറങ്ങി. നന്ദിനി നേരെ രേഖയുടെ മുറിയുടെ വാതിലിന് മുന്നിലെത്തി കതകിൽ ആഞ്ഞു മുട്ടാൻ തുടങ്ങി. അമ്മേ, വാതിൽ തുറക്ക്. ഞാനിവിടെ ഉറക്കവും പോയി വന്നിരിക്കുക. എന്നിട്ട് അമ്മ ഇവിടെ സമാധാനമായി ഉറങ്ങുകയാണോ? വാതിൽ തുറക്കമ്മേ. നന്ദിനിയുടെ ശബ്ദം കേട്ട് രേഖ പരിഭ്രാന്തിയായി എഴുന്നേറ്റു. ഉടൻ തന്നെ വാതിൽ തുറന്നു. ഉറക്കത്തിൽ നിന്നുണർന്നതിലുള്ള അസ്വസ്ഥതയും ഭയവും അവരുടെ മുഖത്ത് ഒരുപോലെ നിഴലിച്ചിരുന്നു. എന്തു പറ്റി മോളെ? ഈ രാത്രിയിൽ എന്തിനാ അലർന്നത്? അല്ല, നീ പാർട്ടിക്ക് പോയതല്ലേ? ആരെങ്കിലും ക്യാഷ് ഒന്ന് സഹായിച്ചോ? രേഖ ആകാംക്ഷയോടെ ചോദിച്ചു. നന്ദിനി ഒരു ദീർഘ നിശ്വാസം എടുത്തു. അവളുടെ കോപം വാക്കുകളായി പുറത്തു വന്നു. അയ്യോ, സഹായിക്കുകയോ? എന്റെ കഴിവില്ലാത്ത ഭർത്താവ് അവിടെ വന്നൊരു കോമഡി കാണിച്ചിട്ടുണ്ട്. ഇനി ആരും എന്നെ സഹായിക്കില്ല. എല്ലാവരും എന്നോട് മുഖം തിരിച്ച് എന്നെ പരിഹസിച്ചു പോയി. നന്ദിനി ക്ലബിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും അമ്മയോട് പറഞ്ഞു. അത് കേട്ട് രേഖയുടെ മുഖം ദേഷ്യം കൊണ്ട് വിവർണമായി. ഇതെല്ലാം നിന്റെ മുത്തച്ഛൻ, ആ കിളവൻ കാരണമാണ്. അയാളെ നിർബന്ധിച്ച് നിന്നെ ഈ ദരിദ്രവാസിയുമായി കല്യാണം കഴിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, അന്ന് തന്നെ അത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ദുരവസ്ഥ വരില്ലായിരുന്നു, രേഖ പറഞ്ഞു. അവരുടെ വാക്കുകളിൽ പഴയ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു. അമ്മേ, മതി. ഇനി എനിക്ക് ശിവയ്ക്കൊപ്പം ഒരു വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഡിവോഴ്സ് വേണം, നന്ദിനി തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് രേഖയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ പരിഭ്രാന്തിയോടെ അവളെ നോക്കി പറഞ്ഞു. പക്ഷെ എങ്ങനെ മോളെ? നിനക്ക് ഓർമ്മയില്ലേ ആ കിളവൻ ഒരു കരാർ ഉണ്ടാക്കിയ കാര്യം? നീ ശിവയ്ക്ക് ഡിവോഴ്സ് കൊടുത്താൽ ദേവരാജ ഫാമിലിയുടെ പകുതി സ്വത്ത് അവന് നൽകേണ്ടി വരും. ആ കഴിവില്ലാത്ത ശിവയ്ക്ക് വേണ്ടതും അതാണ്. നമ്മുടെ പണം അവന്റെ ഒഴിഞ്ഞ പോക്കറ്റിൽ പോയി വീഴണം. നന്ദിനിയുടെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. ഇല്ലമ്മേ, ഇതാണ് ശരിയായ സമയം. എന്നെ വിശ്വസിക്കേ. ശിവയെ എങ്ങനെ ഒഴിവാക്കുമെന്ന് നന്ദിനിയും രേഖയും സംസാരിക്കുന്ന സമയത്ത് തടവറയിലെ തണുത്ത തറയിൽ കിടക്കുന്ന ശിവയുടെ മനസ്സ് അപ്പോഴും ക്ലബിൽ വെച്ച് നടന്ന സംഭവങ്ങളിൽ തന്നെയായിരുന്നു. അവൻ തന്റെ പ്രണയത്തിനും ആത്മാഭിമാനത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയിരുന്നു. ഒരു ഭാഗത്ത് അവന്റെ കുട്ടിക്കാലത്തെ പ്രണയം, മറുഭാഗത്ത് അതേ പ്രണയം അവനിലേൽപ്പിച്ച അപമാനം. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഉയർന്നു വന്നു. ഞാൻ ആർക്ക് വേണ്ടി പോരാടും? എനിക്ക് വേണ്ടിയോ, അതോ തിരിച്ചു കിട്ടാത്ത പ്രണയത്തിന് വേണ്ടിയോ? അവന്റെ മനസ്സ് വീണ്ടും 12 വർഷം മുൻപ് നടന്ന ആ സംഭവത്തിലേക്ക് ചെന്നു. നന്ദിനി അവന്റെ കുട്ടിക്കാലത്തെ പ്രണയമാകാൻ ഒരു സാധ്യതയും തോന്നില്ല. അല്ലെങ്കിൽ ആ രാത്രിയിൽ നൽകിയ വാക്ക് അവൾക്ക് എങ്ങനെ മറക്കാൻ കഴിഞ്ഞു? അന്നത്തെ സംഭവങ്ങളൊന്നും നന്ദിനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം, മനോഹരമായ ആഴമേറിയ കണ്ണുകൾ, മധുരമായ ശബ്ദം എല്ലാം ഓരോന്നായി ശിവയുടെ കൺമുന്നിൽ തെളിഞ്ഞു. ഈ നന്ദിനി തന്നെയാണ് അന്നത്തെ ആ പെൺകുട്ടിയെങ്കിൽ എനിക്ക് അവളെ എങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയും? ചിലപ്പോൾ ഞാൻ വേദനയോടെ ജീവിച്ചേക്കാം, പക്ഷേ അവളില്ലാതെ എങ്ങനെ?
അവന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയതുപോലെ തോന്നി. നന്ദിനി അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി. ഇന്ന് അവൾ സന്തോഷത്തിലായിരുന്നു. ഒടുവിൽ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചല്ലോ, നന്ദിനി സ്വയം പറഞ്ഞു. അവന് ജാമ്യം കിട്ടുമെന്നാണ് അവന്റെ വിചാരം. പക്ഷെ അവന് കിട്ടാൻ പോകുന്നത് ഡിവോഴ്സാണ്. ഇന്ന് ഞാൻ വക്കീലിനെ കാണുന്നത് അവന്റെ ജാമ്യത്തിനല്ല, ഡിവോഴ്സിന് വേണ്ടിയായിരിക്കും. നന്ദിനി അവൾക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് ഡ്രസ്സ് ധരിച്ച് പേഴ്സ് എടുത്ത് താഴെ വന്നു. അവിടെ അവളുടെ സുഹൃത്ത് ആര്യൻ നേരത്തെ തന്നെ വന്നിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. നന്ദിനിയുടെ കൂടെ പഠിച്ചതാണ് ആര്യൻ. സ്കൂൾ കാലം തൊട്ടേ അവന് നന്ദിനിയെ ഇഷ്ടമായിരുന്നു. നന്ദിനിയും ശിവയും ഡിവോഴ്സ് ആകുമെന്ന സൂചന ലഭിച്ച ഉടനെ തന്നെ അവൻ പുതിയ ലക്ഷറി കാറുമായി നന്ദിനിയെ കാണാൻ വന്നതാണ്. ആര്യമോനെ, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത്രയും വില കൂടിയ കാർ എപ്പോഴാ വാങ്ങിയേ? ആര്യനോട് സംസാരിക്കുകയായിരുന്ന രേഖ ആവേശത്തോടെ ചോദിച്ചു. ആക്ച്വലി എനിക്ക് പ്രൊമോഷൻ കിട്ടി ആന്റി. എനിക്കിപ്പോ 5 കോടിയുടെ പാക്കേജ് ഉണ്ട്. ആര്യൻ പറഞ്ഞത് കേട്ട് രേഖയുടെ കണ്ണുകൾ വിടർന്നു. അവർ ഒരു നിമിഷം ആര്യനെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ആര്യനെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. മോനെ, നീ എത്ര ഉത്തരവാദിത്വവും കഴിവുള്ളവനാണ്. എന്നാൽ ശിവയോ? ഞങ്ങളുടെ ഫാമിലിക്ക് അവൻ അപമാനമാണ്. അവനുമായുള്ള വിവാഹത്തോടെ ഈ കുടുംബം നശിച്ചു. ഞാൻ നിന്നോടൊരു സത്യം പറയാലോ, ഇന്ന് വരെ നന്ദിനിയും ശിവയും ഒരു ബെഡിൽ ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല. രേഖ പറഞ്ഞത് കേട്ട് ആര്യൻ സന്തോഷിച്ചു. അതേസമയം കിരൺ റീയൂണിയൻ പാർട്ടിയിൽ വെച്ച് താൻ നേരിട്ട അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇൻസ്പെക്ടർക്ക് കൈക്കൂലി നൽകി ശിവയ്ക്ക് മേൽ 3-ാം മുറ പ്രയോഗിക്കാൻ പറഞ്ഞു. തെറ്റായ ആൾക്കാരുമായാണ് ശിവ മഹേശ്വരി നീ ഏറ്റുമുട്ടിയത്. അവന്റെ ഷർട്ടും പാന്റും അഴിച്ച് അവനെ തല കീഴായി തൂക്ക്. അവന്റെ ദേഷ്യം ഞാനത് തീർത്തു കൊടുക്കാം. ഇൻസ്പെക്ടർ ക്രൂരമായ ചിരിയോടെ അടുത്ത് നിന്നിരുന്ന 2 കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു. ഒരു കടുത്ത ശിവഭക്തനായിരുന്നു ശിവ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവൻ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സ്റ്റേഷനകത്തെ ഭീകരമായ അന്തരീക്ഷത്തിലും അവൻ കണ്ണുകളടച്ച് ഓം നമശിവായ എന്ന് ജപിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ 2 കോൺസ്റ്റബിൾമാർ ശിവയുടെ അടുത്തേക്ക് വന്നത്. അവർ ശിവയുടെ കൈകൾ പിടിച്ചു. മഹാദേവൻ എന്തുകൊണ്ടാണ് സംഹാരകൻ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അധർമ്മം അതിന്റെ അതിരുകൾ ലംഘിക്കുമ്പോൾ അവന്റെ താണ്ഡവം എല്ലാം ഇല്ലാതാക്കി ഒരു പുതിയ തുടക്കം നൽകുന്നു. ഇനി ലോകം മുഴുവൻ ശിവയുടെ താണ്ഡവം കാണും. ശിവ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവർ ശിവയെ പിടിച്ചതിലായിരുന്നില്ല, മറിച്ച് ആ ജപം തടസ്സപ്പെടുത്തിയതിലായിരുന്നു അവന് ദേഷ്യം. അവന്റെ ശരീരത്തിലെ ഓരോ അണുവും ദേഷ്യം കൊണ്ട് വിറച്ചു. ഒരു കോൺസ്റ്റബിളിന്റെ കോടലിൽ പിടിച്ചുകൊണ്ട് അവൻ ഒരു മൃഗത്തെ പോലെ അലറി. ശംഭോ മഹാദേവ! അത് പറഞ്ഞ് ഉടൻ തന്നെ അവൻ ആ 2 പോലീസുകാരെയും എടുത്തുയർത്തി നിലത്തേക്ക് ശക്തിയായി വലിച്ചെറിഞ്ഞു. പേടിച്ചു പോയ അവർ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഇത് കണ്ട ഇൻസ്പെക്ടർ ഞെട്ടിപ്പോയി. അയാൾ 10 കോൺസ്റ്റബിൾമാരെ കൂട്ടി അങ്ങോട്ട് വന്നു. അവരുടെ കൈകളിൽ ലാത്തികളുണ്ടായിരുന്നു. അവർ ശിവയെ വളഞ്ഞു നിന്ന് ലാത്തി കൊണ്ട് അടിക്കാൻ തുടങ്ങി. അടികൊണ്ട് അവന്റെ ശക്തമായ ശരീരം ദുർബലമായിക്കൊണ്ടിരുന്നു. കൈകളും കാലുകളും കൂട്ടിക്കെട്ടി അവനെ തല കീഴായി കെട്ടിത്തൂക്കി. അവന്റെ കരുത്തുറ്റ ശരീരം ഇപ്പോൾ ഒരു നിർജീവമായ മൃഗത്തെ പോലെ തൂങ്ങിക്കിടന്നു. ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ശിവയുടെ ശരീരത്തിൽ നിന്ന് രക്തം വെള്ളം പോലെ ഇറ്റു വീഴുകയായിരുന്നു. മുന്നിൽ ഇൻസ്പെക്ടർ തന്റെ ബെൽറ്റുമായി അവനെ അടിക്കാൻ തയ്യാറായി നിന്നു. ഇവനെ ഡ്രസ് അഴിക്കേ, ഇൻസ്പെക്ടർ പറഞ്ഞു. 2 കോൺസ്റ്റബിൾമാർ അവന്റെ ശരീരത്തിൽ ബാക്കിയുള്ള വസ്ത്രങ്ങൾ കൂടി അഴിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അവരുടെ ഈ പ്രവൃത്തി കണ്ട് ശിവ പെട്ടെന്ന് ശാന്തനായി. അതൊരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു. പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം മാറി. അവിടെ മണലും പൊടിയും പറന്നുയർന്ന് ഒരു കൊടുങ്കാറ്റ് പോലെയായി. ആ കാറ്റിൽ കാഴ്ചകൾ മങ്ങി ആർക്കും ഒന്നും കാണാൻ കഴിയാതെയായി. ദൂരെ നിന്ന് ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം മാത്രം വ്യക്തമായി കേൾക്കാമായിരുന്നു. ശിവ തന്റെ കണ്ണുകൾ തുറന്ന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇൻസ്പെക്ടറും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും ഇങ്ങനൊരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താ നടക്കുന്നത്? അടുത്തുള്ള ആളുകൾ പോലും തങ്ങളുടെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഭയന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഹെലികോപ്റ്റർ പോലീസ് സ്റ്റേഷന്റെ സമീപത്തെത്തിയത്. അതിൽ നിന്ന് 10 കമാൻഡോകൾ കയറിൽ പിടിച്ച് സ്റ്റേഷന്റെ മുന്നിലിറങ്ങി. അതേസമയം മറുവശത്ത് 10 SUV കാറുകൾ സ്റ്റേഷന്റെ മുന്നിൽ വന്നു നിന്നു. ഈ കാറുകളുടെ അകത്തുനിന്ന് കമാൻഡോകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറങ്ങി. മികച്ച പരിശീലനം ലഭിച്ചവരായിരുന്നു ആ കമാൻഡോകൾ.
യൂണിഫോം ധരിച്ച് അത്യാധുനിക ആയുധങ്ങളും ഏന്തിയാണ് അവർ നിന്നിരുന്നത്. അവരെല്ലാം 4 ചുറ്റും നിന്ന് പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. അവരിൽ നിന്നൊരു സംഘം സ്റ്റേഷന്റെ അകത്തേക്ക് ചെന്നു. ശിവയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അടികൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ശിവയെ കണ്ട് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കമാൻഡോകളിൽ ഒരാളായ ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് പരിഭ്രാന്തിയോടെ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് ഭ്രാന്താണോ? മണ്ടന്മാരെ, അദ്ദേഹത്തെ താഴെയിറക്ക്. ഇൻസ്പെക്ടറും ദേഷ്യത്തോടെ ചോദിച്ചു, ആദ്യം എന്തിനാണ് ഈ ഡ്രാമ എന്ന് നിങ്ങൾ പറയും. ഷോ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ക്യാപ്റ്റൻ സിദ്ധാർത്ഥിന് ഇൻസ്പെക്ടറുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉടൻ തന്നെ ഇൻസ്പെക്ടറുടെ മുഖത്ത് ഒരടി കൊടുത്തു. ശിവമഹേശ്വരി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 3 വർഷം മുമ്പ് ഈ നഗരത്തെ രക്ഷിച്ച രക്ഷകനാണ് അദ്ദേഹം. ഒറ്റയടിക്ക് 735 പേരെ കൊന്ന യോദ്ധാവ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യ ഏജൻസിയുടെ തലവൻ മേജർ ശിവ. പിന്നെ ഒരു മുന്നറിയിപ്പ് പോലെ അയാൾ പറഞ്ഞു, പിന്നെ കേട്ടോളൂ ഇൻസ്പെക്ടർ, ഈ കാര്യം നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. മേജർ ശിവയുടെ പേര് കേട്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കണ്ടതുപോലെ തോന്നി. അയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ അയാൾ കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ തടവിൽ വെച്ചിരിക്കുകയായിരുന്നു. ശിവയുടെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി താനാണെന്ന് ഓർത്തപ്പോൾ ഇനി തന്റെ യൂണിഫോം ഊരേണ്ടി വരുമെന്ന ഭയം അയാളെ പിടികൂടി. അയാൾ ഒന്നും നോക്കാതെ ശിവയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വേഗം തടവറയുടെ താക്കോലെടുത്ത് പൂട്ട് തുറന്നു. ശിവയുടെ കൈകളിലെയും കാലുകളിലെയും കെട്ടുകൾ അഴിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവനെ ബഹുമാനത്തോടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കസേരയിലിരുത്തി. ശിവയുടെ വസ്ത്രങ്ങൾ കീറിയിരുന്നു. തല മുതൽ കാൽ വരെ അവൻ രക്തത്തിൽ കുളിച്ചിരുന്നു. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് ഉടൻ തന്നെ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ചു. അതോടൊപ്പം ആദ്യത്തെ 2 കോൺസ്റ്റബിൾമാർ പേടിച്ച് വിറച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം തുടച്ചു മാറ്റാൻ തുടങ്ങി. ആ കമാൻഡോകൾ ശിവയെ 3 വർഷത്തിന് ശേഷം ഇന്ന് ആദ്യമായി കാണുകയായിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ ബഹുമാനവും ആദരവും നിറഞ്ഞിരുന്നു. അവർ അഭിമാനത്തോടെ ശിവയ്ക്ക് സല്യൂട്ട് നൽകി. ഇത് കണ്ട് ശിവയും എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന് തിരികെ സല്യൂട്ട് നൽകി. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് ശിവയുടെ മുന്നിൽ ബഹുമാനത്തോടെ നിന്നു. സർ, നിങ്ങൾ ഞങ്ങൾ എവിടെയെല്ലാം തിരഞ്ഞു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ അവസ്ഥയിലാണെന്ന് ഞങ്ങൾ ഇന്നലെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ബറ്റാലിയനുമായി നിങ്ങളെ കൊണ്ടുപോകാൻ വന്നത്. സോറി സാർ, ഞാൻ വൈകിപ്പോയി. സിദ്ധാർത്ഥ് ശിവയെ നോക്കി പറഞ്ഞു. ഇല്ല ക്യാപ്റ്റൻ, നിങ്ങൾ കൃത്യസമയത്താണ് എത്തിയത്. വരൂ, നമുക്കിവിടെ നിന്ന് പോകാം. എന്നെ പെട്ടെന്ന് ദേവരാജ് വില്ലയിൽ ഇറക്കി തരൂ. ശിവ പറഞ്ഞു. ഇത്രയെല്ലാം സംഭവിച്ചതിന് ശേഷവും ശിവ നന്ദിനിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ രാത്രി നന്ദിനി അവന്റെ കണ്ണുകളിലേക്ക് പകർന്ന അഗ്നി ഇപ്പോഴും ജ്വലിക്കുകയായിരുന്നു. ശിവയ്ക്ക് അഗ്നി അണയ്ക്കണമായിരുന്നു. അതിന് നന്ദിനിയെ കണ്ടേ മതിയാവും. ശിവ എല്ലാവരോടും അവിടെ നിന്ന് തിരികെ പോകാൻ ഉത്തരവിട്ടു. പ്ലാറ്റൂൺ ഡിസ്പേഴ്സ്ഡ്. യെസ് സർ. ഈ ശബ്ദത്തിന്റെ മുഴക്കം കൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ വിറച്ചു. അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ശിവയ്ക്ക് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിഞ്ഞില്ല. ശിവ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി വേഗം കാറിൽ കയറി. എല്ലാ കമാൻഡോകളും അവന്റെ പിന്നാലെ ഓടി കാറുകളിൽ കയറി. ശിവയുടെ ഉത്തരവ് ലഭിച്ച ഉടനെ എല്ലാ കാറുകളും ഒന്നിനു പുറകെ ഒന്നായി ദേവരാജ് വില്ലയിലേക്ക് പുറപ്പെട്ടു. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ നോക്കി. ശിവയുടെ അടുത്ത സീറ്റിൽ ഇരുന്ന ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് അവനോട് ചോദിച്ചു, മേജർ, നിങ്ങൾ എന്തിനാണ് ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ കഴിഞ്ഞത്? നിങ്ങൾ ഞങ്ങളെ വിളിക്കാഞ്ഞെന്നാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഒരു ഫോൺ കോളിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. സിദ്ധാർത്ഥ്, ഒരു രാത്രി ഞാൻ അവിടെ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇനിയെല്ലാം ശരിയാവും. ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന രാത്രിയായിരിക്കും ഇത്. അത് പറയുമ്പോഴും ശിവയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കും പോലെ ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. ശിവ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. അവന് നന്ദിനിയിൽ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ അവളുടെ വെറുപ്പ് നിറഞ്ഞ വാക്കുകളും ആത്മാഭിമാനം പോലും മറന്നുള്ള പെരുമാറ്റവും ഓർത്തപ്പോൾ പോലും ശിവയുടെ ഉള്ളിൽ ഒരു വിറയൽ വന്നു. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് വീണ്ടും സംസാരിച്ചു. മേജർ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 5 വർഷം മുമ്പ് ജമ്മു കാശ്മീരിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചില വ്യവസ്ഥകളിൽ നമ്മളൊരു ഒത്തുതീർപ്പുണ്ടാക്കിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ നിയമവിരുദ്ധ സംഘടന ഉടമ്പടി ലംഘിച്ചിരിക്കുകയാണ്. അവർ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിച്ചേക്കാം. ഞങ്ങൾക്ക് നിങ്ങളെ തിരികെ ആവശ്യമുണ്ട് മേജർ. നിങ്ങൾക്ക് തിരികെ വരേണ്ടി വരും. ഞാനതെല്ലാം 3 വർഷം മുമ്പ് ഉപേക്ഷിച്ചതാണ് സിദ്ധാർത്ഥ്. ഇപ്പോൾ
ഞാനൊരു സാധാരണക്കാരനാണ്. ആ വാഹനവ്യൂഹം ദേവരാജ വില്ല ലക്ഷ്യമാക്കി പാഞ്ഞു. താഴെ 10 കറുത്ത SUVകളും മുകളിൽ 2 ഹെലികോപ്റ്ററുകളും. ഒരു രാജാവിന്റെ വാഹനവ്യൂഹം ദേവരാജ വില്ലയിലേക്ക് പുറപ്പെട്ടതുപോലെ തോന്നിപ്പിച്ചു ആ യാത്ര. വില്ലയിൽ നന്ദിനിയും ആര്യനും അഡ്വക്കേറ്റിനെ കാണാനായി പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ വീടിന് മുന്നിൽ ആ SUV കാറുകൾ വന്നു നിന്നത്. മുന്നിൽ നിന്ന കാറിന്റെ ഡോർ തുറന്നു. കാറിൽ നിന്ന് ശിവ ഇറങ്ങുന്നത് കണ്ട് നന്ദിനിയും ആര്യനും അമ്പരന്നു പോയി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേവരാജ് വില്ലയ്ക്ക് മുമ്പിൽ ശിവ ഇറങ്ങിയതിനു ശേഷം ആ വാഹനവ്യൂഹം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. കാറുകൾ അവിടെ നിന്ന് നീങ്ങുന്നത് നന്ദിനി അത്ഭുതത്തോടെ നോക്കി. ഈ സമയം ശിവയുടെ കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു. അവൻ വേഗം നന്ദിനിയുടെ അടുത്തേക്ക് വന്നു. നന്ദിനി, സത്യമായിട്ട് നിനക്ക് 12 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലേ? നന്ദിനി ശിവയെ ഉറ്റുനോക്കി. അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപ് ശിവ വീണ്ടും ചോദിച്ചു, ആ കിഡ്നാപ്പിംഗ്, നിന്റെ ബർത്ത്ഡേ, ഒന്നും നിനക്ക് ഓർമ്മയില്ലേ? മറുപടി പറയാതെ നന്ദിനി ശിവയെ തന്നെ നോക്കി നിന്നു. ഇങ്ങനെ കണ്ടപ്പോൾ നന്ദിനി ഞെട്ടിപ്പോയിരുന്നു. നിനക്ക് ഭ്രാന്തായോ? നീ എങ്ങനെയാണ് പുറത്തിറങ്ങിയത്? ആരാ നിനക്ക് ജാമ്യം തന്നത്? നന്ദിനി ദേഷ്യത്തോടെ ചോദിച്ചു. എന്തോ? എങ്ങനെ? എനിക്കിതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ജീവിതത്തിൽ നിന്ന് വളരെ വലിയൊരു പാഠം ഞാൻ പഠിച്ചു. ഇന്നലെ നീ എന്നോട് മോശമായി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് പഠിക്കില്ലായിരുന്നു. എന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു. നീ എന്ത് നോൺസെൻസ് ആണ് ഈ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ തെറ്റുകൊണ്ടാണ്. നിന്നെ ജാമ്യത്തിലിറക്കി ഒരു ഉപകാരം ചെയ്തേക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ നന്ദിനി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ശിവ അവളുടെ സംസാരം തടസ്സപ്പെടുത്തി. അവൻ വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം നന്ദിനി. ഞാൻ സ്നേഹിച്ച ആൾ നീയല്ല. വിവാഹമോചനത്തിന്റെ കാര്യം കേട്ട് നന്ദിനിയും ആര്യനും ഒരുപോലെ ഞെട്ടി. ശിവയ്ക്ക് നന്ദിനിയിൽ നിന്ന് ഡിവോഴ്സ് വേണമായിരുന്നു. നന്ദിനിയുടെ അഹങ്കാരത്തിന് വല്ലാതെ മുറിവേറ്റു. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, ഓഹോ ശിവ, നീ എന്താ പറഞ്ഞത്? നീ എനിക്ക് ഡിവോഴ്സ് തരുമെന്നോ? നിനക്ക് അതിനൊക്കെ പറ്റുമോ? നീ എന്റെ ചെലവിലല്ല ജീവിക്കുന്നേ. എന്നാൽ ശിവയുടെ മുഖത്ത് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവൻ തല ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം നന്ദിനിയുടെ ഉള്ളിൽ ഒരു തീ പോലെ തറച്ചു. അപ്പോഴും നന്ദിനിക്കൊരു കാര്യം മാത്രം മനസ്സിലായില്ല. അല്ല, നീ സ്റ്റേഷനിലായിരുന്നില്ലേ? പിന്നെ ആരാ നിനക്ക് ജാമ്യം തന്നത്? നന്ദിനി സംശയത്തോടെ വീണ്ടും ചോദിച്ചു. വലിയ ഏതോ ആളുകളാണ് ഇവൻ ഇവിടെ കൊണ്ടുവന്നിറക്കിയത്. ഇവൻ അവരുടെ കാലിൽ വീണിട്ടുണ്ടാവും. അങ്ങനെ ജാമ്യം കിട്ടിക്കാണും. ശിവയെ കളിയാക്കിക്കൊണ്ട് ആര്യൻ പറഞ്ഞു, സോറി, ഇത്രയും കാലം ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയും എനിക്കതിന് കഴിയില്ല. എന്റെ ആത്മാഭിമാനമാണ് എനിക്ക് വലുത്. ശിവ നന്ദിനിയുടെ കണ്ണുകളിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശിവ തന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി ഇനി ലോകത്തോട് യുദ്ധം ചെയ്യുമോ? നന്ദിനിയോടുള്ള ശിവയുടെ സ്നേഹം വിവാഹമോചനത്തിൽ അവസാനിക്കുമോ? ശിവ ആരാണ്? അവന്റെ രഹസ്യം എന്താണ്? ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ശിവയുടെ ഭാവം ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പതിവ് പോലെ എല്ലാം ക്ഷമിച്ച് അവൻ മിണ്ടാതെ നിന്നില്ല. കാലങ്ങളോളം അടക്കിപ്പിടിച്ച ശിവയുടെ നീരസം മറയില്ലാതെ പുറത്തേക്ക് വന്നു. നന്ദിനി കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാണ്? നിന്റെ വില എന്താണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നീ എന്നെ മാന്യത പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇത്ര കാലം എല്ലാം സഹിച്ചും പുറത്തു നിന്നു. ഇനിയും നന്ദിനിയുടെ ഈ സംസാരം കേട്ട് മിണ്ടാതിരിക്കാൻ ശിവ ഒരുക്കമായിരുന്നില്ല. സങ്കടത്തോടെ അവൻ നന്ദിനിയോട് പറഞ്ഞു, അതെ, ഇത്ര നാളും ഞാൻ എന്റെ അഭിമാനം പണയം വെച്ചു. സകല അപമാനവും സഹിച്ചു നിന്നു. നിന്റെ മുന്നിൽ, ഈ കുടുംബത്തിന് മുന്നിൽ, എന്തിന് ഈ നാട്ടുകാർക്ക് മുന്നിൽ പോലും നിന്റെ കുത്തുവാക്കുകൾ കേട്ട് ഞാൻ തല താഴ്ത്തി നിന്നു. ഒരു വാക്ക് പോലും ഞാൻ മറുത്തു പറഞ്ഞില്ല. ഒരു നോക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ വേദനിപ്പിച്ചില്ല. എന്നും ഞാൻ നിന്നെ സ്നേഹിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ നന്ദിനി. പക്ഷേ നിനക്കൊരിക്കലും എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. നിന്നോടുള്ള എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ നടത്തുന്ന ശ്രമങ്ങളൊന്നും നീ മനസ്സിലാക്കിയില്ല. ആളുകളുടെ തെറി കേൾക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ അമ്മയെ മാത്രമേ അനുസരിച്ചുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് മാത്രമേ വിശ്വസിച്ചുള്ളൂ. എന്റെ സ്നേഹം നീ അവഗണിച്ചു. മഹാദേവനെ ആണയിട്ട് പറയുക, ഞാൻ എല്ലാം നിർത്തുക. ഇനിയും എനിക്കിങ്ങനെ അപമാനിതനാകാൻ വയ്യ. കണ്ണുകൾ നിറച്ചുകൊണ്ടായിരുന്നു ശിവ ഇത് പറഞ്ഞത്. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ശിവ അത്രയധികം വേദന സഹിച്ചിരുന്നു.
ശരീരത്തിന്റെ വേദനയേക്കാൾ വലുതായിരുന്നു അവന്റെ ഹൃദയവേദന. പക്ഷേ മനുഷ്യത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആ ആളുകൾ അവന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. നന്ദിനിയുടെ മറുപടി ശിവയുടെ മുറിവിന്റെ ആഴം കൂട്ടുന്ന വിധമായിരുന്നു. എനിക്ക് നിന്റെ സ്നേഹം ആവശ്യമില്ലായിരുന്നു ശിവ. ആദ്യ ദിവസം മുതൽ എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. എന്തു ഗുണമാണാവോ നിന്നിൽ എന്റെ മുത്തശ്ശൻ കണ്ടത്? നീ എന്താ പറഞ്ഞത്? നിന്റെ സ്നേഹം നീ കാണിക്കാൻ ശ്രമിച്ചെന്നോ? അവസാനം നീ എനിക്കൊരു സമ്മാനം തന്നത് ഡ്യൂപ്ലിക്കേറ്റ് മുത്തുകളുള്ള ഒരു മാലയായിരുന്നു. വെറും ഡ്യൂപ്ലിക്കേറ്റ്. എനിക്ക് നിന്നെ ഇനി വേണ്ട, അത്രയേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിയ നന്ദിനി. നിനക്കിനിയും ഞാനൊരു ശല്യമാവുന്നില്ല. ഞാൻ നിനക്ക് നൽകാത്തതെല്ലാം തരാൻ കഴിയുന്ന ഒരാളെ നിനക്കിപ്പോ കിട്ടിയിട്ടുണ്ടല്ലോ. ആര്യനെ ചൂണ്ടിക്കാട്ടി ശിവ നന്ദിനിയോട് പറഞ്ഞു. നന്ദിനിയെ സന്തോഷിപ്പിക്കാൻ എനിക്കറിയാം. നിന്നെപ്പോലെ ദരിദ്രവാസിയല്ല ഞാൻ, ഹൈ ക്ലാസ്സാ. നിന്നെപ്പോലുള്ള ആളുകളോട് ഞാൻ സംസാരിക്കാറ് പോലുമില്ല. അടുത്ത ആഴ്ച നന്ദിനിയുടെ പിറന്നാളാണ്. നീ കണ്ടോ, അവൾക്ക് വേണ്ടി ഏറ്റവും ഗംഭീരമായൊരു പിറന്നാൾ പാർട്ടി ഞാൻ സംഘടിപ്പിക്കും. ശിവയെ നോക്കി പരിഹാസത്തോടെ ആര്യൻ പറഞ്ഞു. അപ്പോഴേക്കും ആ ചൂടേറിയ തർക്കത്തിനിടയിലേക്ക് രേഖയും കടന്നു വന്നു. കണ്ട പിച്ചക്കാരോടൊന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് അവർ നന്ദിനിയുടെ കൈപിടിച്ച് അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഹാളിൽ ശിവയും ആര്യനും മാത്രമായി. താൻ ഒറ്റയ്ക്കാണെന്ന് കണ്ട് ആര്യൻ ചെറുതായി ഭയന്നു. എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ നന്ദിനിയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശരി നന്ദിനി, ഞാൻ നാളെ രാവിലെ വരാം. പിന്നെ ശിവയെ പുച്ഛത്തോടെ നോക്കി അവൻ പോകാനായി തിരിഞ്ഞു. നല്ല ഭാഗ്യമുള്ളവർക്കേ നല്ല പെൺകുട്ടികളെ കിട്ടും. നാളെ നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ റെഡി ആയിക്കോ. അവസാനം നീ നിന്റെ വാക്ക് മാറ്റി പറയരുത്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഷർട്ടിന്റെ കോളർ നേരെയാക്കി ശിവയുടെ മുന്നിൽ നിന്ന് പോയി. ആര്യന്റെ വാക്കുകൾ ശിവ വകവച്ചില്ല. അവന് ആര്യനോട് പുച്ഛമാണ് തോന്നിയത്. പക്ഷേ ശിവ അവിടെ തന്നെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. പണത്തിന് ശരിക്കും അത്ര ശക്തിയുണ്ടോ? നല്ല മനുഷ്യരെ പോലും മാറ്റാൻ പണത്തിന് കഴിയോ? എനിക്കറിയാവുന്ന നന്ദിനി എത്ര നിഷ്കളങ്കിയായിരുന്നു. അവൾ എങ്ങനെയാണ് ഇത്ര ക്രൂരയായി മാറിയത്? ഇന്നത്തെ കാലത്ത് സ്നേഹത്തിന് ആരും വില കൽപ്പിക്കുന്നില്ലേ? എന്നാൽ ശിവ അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം താൻ ഒരു ഉത്തരം കണ്ടെത്തുമെന്ന് അവൻ തീരുമാനിച്ചു. സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ തളർന്നെങ്കിലും ശിവ ഒരു ധീര മനസ്സിന്റെ ഉടമയായിരുന്നു. ഒന്നിനു മുന്നിലും തോറ്റുകൊടുക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ശിവ അവിടെ നിന്ന് തന്റെ ഇലക്ട്രിക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് നേരെ മണലിപ്പുഴയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. ഒരിക്കൽ കുതിച്ചൊഴുകിയിരുന്ന മണലി ഇപ്പോൾ നീരുപറ്റി ശോഷിച്ചിരിക്കുന്നു. സങ്കടം വരുമ്പോൾ അവൻ എന്നും ഈ പുഴയുടെ തീരത്തേക്ക് വരും. നേർത്ത ചാലായി ഒഴുകുന്ന അതിലെ വെള്ളം കാണുമ്പോൾ തന്റെ ഉള്ളിലടക്കി പിടിച്ച ദുഃഖം കണ്ണീരായി ഒഴുകുകയാണെന്ന് തോന്നും. മണലടിഞ്ഞുണ്ടായ തിട്ടകളിൽ തന്റെ ഹൃദയഭാരം ഇറക്കി വെക്കാൻ തോന്നും. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആരോടും പഴി പറയാതെ ശാന്തമായി ഒഴുകുന്ന മണലി. അവിടെ എത്തുമ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്ത ശാന്തത അനുഭവപ്പെടുമായിരുന്നു. മണലിപ്പുഴയുടെ തീരത്തെത്തി അവൻ സ്കൂട്ടറിന്റെ ബൂട്ടിൽ നിന്ന് തന്റെ റൂബിക്സ് ക്യൂബ് പുറത്തെടുത്തു. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതും കൊണ്ടിരുന്ന് അവൻ കയ്യിലെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ തുടങ്ങി. പല നിറങ്ങൾ അവന്റെ കണ്ണിന് മുന്നിൽ ഭ്രമണം ചെയ്തു. പെട്ടെന്നാണ് അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നത്. ഒടുവിൽ അവൻ ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അതേ വഴി. നന്ദിന് തന്നെയായിരുന്നു 12 വർഷം മുൻപ് താൻ വാക്ക് നൽകിയ പെൺകുട്ടി എന്നാണ് ശിവ എപ്പോഴും കരുതിയിരുന്നത്. എന്നും അവളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്നവൻ അത് തിരുത്താൻ തയ്യാറായിരിക്കുന്നു. സ്നേഹമില്ലാത്ത ഈ ജീവിതത്തിൽ ഇനിയും എല്ലാം സഹിച്ച് ജീവിക്കേണ്ടെന്ന് ശിവ ഉറപ്പിച്ചു. ഈ 3 വർഷം അവൻ അവളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രം എത്ര അപമാനങ്ങളാണ് സഹിച്ചത്. എന്നാൽ ഇനിയില്ല, ആത്മാഭിമാനം എന്നൊന്നുണ്ട്. അതിനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ താനല്ലാതാവും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് തന്റെ സ്കൂട്ടറിന്റെ ബൂട്ടിൽ തിരികെ വെച്ചു. പിന്നെ തന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു. കൊച്ചിയിലെ ഒരു 52 നില കെട്ടിടത്തിലേക്കാണ് ശിവയുടെ കോൾ ചെന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിരുന്ന ത്രിലോക് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസ് ആയിരുന്നു അത്. ഈ ഹോൾഡിംഗ് കമ്പനിക്ക് നിരവധി ഉപകമ്പനികൾ ഉണ്ടായിരുന്നു. ഫാർമസി, F&B, ഇമ്പോർട്ട് എക്സ്പോർട്ട്, കൺസ്ട്രക്ഷൻ, ടെക്സ്റ്റൈൽസ് എന്നിങ്ങനെ പല മേഖലകളിൽ ത്രിലോക് ഗ്രൂപ്പ് മേൽക്കൈ നേടിയിരുന്നു. എനിക്ക് ദിനേശ് കുമാറുമായി സംസാരിക്കണം, ശിവ പറഞ്ഞു. ഉടൻ മറുഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നു. നിങ്ങളുടെ പേരെന്താണ് സാർ? ശിവ മഹേശ്വരി.
ഫോൺ എടുത്ത ആ 50 വയസ്സുകാരൻ ഒരു കിതപ്പോടെ വിളിച്ചു. ശിവയുടെ പേര് കേട്ട് തന്റെ കാൽ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയതുപോലെ ദിനേശ് കുമാറിന് തോന്നി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് തിളങ്ങി. അപ്പോൾ പതുങ്ങിയ ശബ്ദത്തിൽ ശിവ പറഞ്ഞു, ദിനേശ് ജി, എനിക്കൊരു സഹായം വേണമായിരുന്നു. കിതച്ചുകൊണ്ട് തന്നെ ഫോണിന്റെ മറുഭാഗത്ത് നിന്ന് ശബ്ദം വന്നു. അതിനെന്താ സാർ, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാമല്ലോ. പക്ഷെ സാർ, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ദിനേശിന്റെ ചോദ്യത്തിന് ശിവ മറുപടി പറഞ്ഞില്ല. അവന്റെ ശബ്ദത്തിൽ മാറ്റം വന്നു. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, 12 വർഷം മുമ്പ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കിഡ്നാപ്പിംഗ് കേസിൽ ഉൾപ്പെട്ട ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും? അത് ദേവരാജ് കുടുംബത്തിലെ നന്ദിനി ദേവരാജ് ആയിരുന്നോ, അതോ മറ്റേതെങ്കിലും പെൺകുട്ടിയോ? അവന്റെ ചോദ്യം കേട്ട് ദിനേശ് ചോദിച്ചു, പക്ഷേ സാർ, 12 വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് അധികം വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അന്വേഷിക്കാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദിനി ദേവരാജിനെ പരിചയം? അത് ഞാൻ അറിയുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? യാതൊരു മടിയും കൂടാതെ ശിവ മറുപടി പറഞ്ഞു, ഞാൻ നാളെ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. അത് പറഞ്ഞപ്പോൾ ആ നേരം അത്രയും കുനിഞ്ഞു പോയിരുന്ന ശിവയുടെ തോളുകൾ ഉയർന്നു. ശിവയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. അവൻ പറഞ്ഞു, എന്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വരാൻ പോവുകയാണ്. പിന്നെ യെസ്, ശിവ മഹേശ്വരി തിരിച്ചു വന്നെന്ന് എല്ലാവരോടും പറഞ്ഞത്. ഇത് കേട്ട് ദിനേശ് അമ്പരന്നു പോയി. കോൾ കട്ടായ ഉടൻ ദിനേശ് ഒരു ദീർഘനിശ്വാസം എടുത്തു. അയാളുടെ സന്തോഷം ഇരട്ടിച്ചു. അയാൾ ഉടനെ തന്നെ ഫോൺ എടുത്ത് തന്റെ സെക്രട്ടറിയെ വിളിച്ചു. കമ്പനിയിലെ എല്ലാ ഡയറക്ടർമാരെയും അറിയിക്കൂ, നമ്മളൊരു ബോർഡ് മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. നമ്മുടെ ബോസ് തിരിച്ചു വന്നെന്ന് അവരോട് പറയണം. ഉടൻ തന്നെ സെക്രട്ടറി തന്റെ ജോലി ആരംഭിച്ചു. അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളിലെ എല്ലാ കമ്പനി ഡയറക്ടർമാരെയും അയാൾ ഫോൺ ചെയ്തു. ത്രിലോക് ഗ്രൂപ്പിന്റെ ഉടമയും കമ്പനിയുടെ ചെയർമാനുമായ ശിവ മഹേശ്വരി തിരിച്ചു വന്നു എന്ന കാര്യം അയാൾ എല്ലാവരെയും അറിയിച്ചു. മറുവശത്ത് കോൾ കട്ട് ചെയ്ത് ശിവ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. നന്ദിനി, ഞാൻ നിന്നെ ഒരു രാജ്ഞിയെ പോലെ നോക്കുമായിരുന്നു. അതിന് നീ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതിയായിരുന്നു. മഹാദേവനെ ആണയായിട്ട് ഞാൻ പറയുകയാണ്, എന്താണ് നഷ്ടപ്പെട്ടതെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കളി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ സമയം ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ത്രിലോക് ഗ്രൂപ്പിലെ ആളുകൾക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. ത്രിലോക് ഗ്രൂപ്പിൽ നിന്നുള്ള സന്ദേശമാണിത്. ശിവ മഹേശ്വരി തിരിച്ചു വന്നിരിക്കുന്നു. മെസ്സേജ് കണ്ടവരെല്ലാം വാക്കുകൾക്ക് അതീതമായ ആവേശത്തോടെ തുള്ളിച്ചാടി. ഒരു കാര്യം വ്യക്തമായിരുന്നു, ശിവ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആ സമയത്ത് ദിനേശിന്റെ മുറിയിലേക്ക് അയാളുടെ സെക്രട്ടറി അനുവാദമില്ലാതെ കടന്നു വന്നു. സെക്രട്ടറിയെ കണ്ടപ്പോൾ ദിനേശ് ദേഷ്യപ്പെട്ടു. ഞാൻ തിരക്കിലാണെന്ന് നിനക്ക് കാണാൻ വയ്യേ? മുട്ടിയിട്ട് വേണം അകത്തേക്ക് വരാൻ. നിനക്ക് തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥലമാണത്. ദിനേശിനെ ദേഷ്യം കണ്ട് സെക്രട്ടറി ഭയന്നു. സാർ, ഇത് ദേവരാജ് ഫാമിലിയിൽ നിന്നുള്ള ക്ഷണക്കത്താണ്. ഞാൻ അക്കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. സാരമില്ല, ഞാൻ പിന്നെ വരാം. ദേവരാജ് കുടുംബത്തിന്റെ പേര് കേട്ടതും ദിനേശിന്റെ കാതുകൾ കൂർത്തു. നീ എന്താ പറഞ്ഞത്? ദേവരാജ് ഫാമിലി എന്നോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. സെക്രട്ടറി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ സാർ, നന്ദിനി ദേവരാജിന്റെ പിറന്നാളിന്റെ ക്ഷണക്കത്താണ്. പക്ഷേ സാറിന് താല്പര്യമില്ലല്ലോ. സാറ് പങ്കെടുക്കില്ലെന്ന് ഞാൻ അവരെ അറിയിച്ചേക്കാം. ഇത് കേട്ടപ്പോൾ ദിനേശ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഏയ്, അത് വേണ്ട. ഒരു കാര്യം ചെയ്യ്, നമ്മൾ പിറന്നാളിന് വരുമെന്ന് മറുപടി കൊടുക്ക്. നന്ദിനിക്ക് വേണ്ടി ഒരു ഗംഭീരമായ സമ്മാനവും തയ്യാറാക്ക്. ദിനേശിന്റെ ക്യാബിൻ വിട്ട് പുറത്തേക്ക് പോകുന്ന നേരത്ത് സെക്രട്ടറി ദിനേശിനോട് ചോദിച്ചു, സാർ, ശിവ സാറ് ശരിക്കും തിരിച്ചു വന്നോ? അതെ, വന്നു. ഇത് കേട്ട് സെക്രട്ടറി ഞെട്ടിപ്പോയി. അയാൾ ശിവയെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ശിവയെക്കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിരുന്നു. ശിവയെ കാണാൻ തനിക്കും അവസരം കിട്ടുമല്ലോ എന്നോർത്ത് അയാൾ മനസ്സിൽ സന്തോഷിച്ചു. നീ എന്താ എന്റെ മുഖത്തേക്ക് എന്നെ നോക്കി നിൽക്കുന്നത്? നിനക്കിവിടെ ജോലിയൊന്നുമില്ലേ? ഓ, നിന്റെ പണിയെടുക്ക്. ദിനേശ് സെക്രട്ടറിയെ വഴക്കു പറഞ്ഞു. അയാൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. ഈ തിരക്കിനിടയിൽ കിരൺ അകത്തേക്ക് വന്നു. എന്തെവിടെ? ഓഫീസിലെന്താ ഇന്നത്ര ബഹളം? നന്ദിനിക്ക് റിയൂണിയൻ പാർട്ടിയിൽ കൂടെ കിടക്കാൻ ഓഫർ നൽകിയ അതേ ചെറുപ്പക്കാരനായിരുന്നു കിരൺ. കിരണിന്റെ അമ്മാവനായിരുന്നു ദിനേശ്. എന്നാൽ ഇക്കാര്യം ശിവയ്ക്ക് അറിയില്ലായിരുന്നു. കിരണിന്റെ തലയിലെ മുറിവ് കണ്ടപ്പോൾ ദിനേശ് അവനോട് ചോദിച്ചു, ഇതെന്താ നിന്റെ തല മുറിഞ്ഞിരിക്കുന്നത്? എന്തുപറ്റി? അമ്മാവൻ ഈ ചോദ്യം ചോദിക്കുമെന്ന്
കിരണിന് അറിയാമായിരുന്നു. ഒന്നുമില്ല അങ്കിൾ, ഇന്നലെ രാത്രി റിയൂണിയൻ പാർട്ടിയിൽ ചെറിയൊരു വഴക്കുണ്ടായി. ഇത് കേട്ട് ദിനേശിന്റെ ഭാവം പെട്ടെന്ന് മാറി. എന്താ? ആരേത് ചെയ്തത്? അവന്റെ പേര് പറ. ഈ സിറ്റിയില് ആർക്കാ നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം ഉണ്ടായത്? കാര്യം തുറന്നു പറയാൻ കിരൺ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ ഒരു നിമിഷം ചിന്തിച്ചു. അമ്മാവനോട് എന്താണ് പറയേണ്ടത്? ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്നോ? അക്കാര്യം അമ്മാവൻ അറിയിക്കുന്നത് അവന്റെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്നതായിരുന്നു. ഒരു ചെറുപ്പക്കാരനും അവന്റെ കുറച്ച് കൂട്ടുകാരുമായിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവനെ ഞാൻ തീർത്തേനെ. കിരൺ മടിച്ചു പറഞ്ഞു. ദിനേശിന് അവന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി. എന്താ വേണ്ടതെന്ന് നീ പറ. കിരൺ മടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്കിളുടെ ഫോണില് ഈ കാലൊക്കെ തല്ലിയൊടിക്കാൻ പറ്റുന്ന ചില ആളുകളുടെ നമ്പറുകളില്ലേ? ഞാൻ ഒന്നവരുമായി സംസാരിച്ച് അക്കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കോട്ടെ. കിരണിന്റെ വാക്കുകൾ കേട്ട് ദിനേശ് പതിഞ്ഞ ശബ്ദത്തിൽ അവനെ ഉപദേശിച്ചു. കിരൺ, നീ എന്റെ മോനെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല. എന്തെങ്കിലും പിഴവ് പറ്റിയാൽ വലിയ പ്രശ്നമാകും. ഇത് കേട്ട് കിരൺ തന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നിർബന്ധം പിടിച്ചു. അങ്കിൾ, ഞാൻ കൂടുതലൊന്നും ചെയ്യില്ല. അവന്റെ കയ്യും കാലും തല്ലിയൊടിക്കാൻ മാത്രമേ ഞാൻ അവരോട് പറയൂ. പ്ലീസ് അങ്കിൾ. തന്റെ മരുമകൻ അപേക്ഷാ സ്വരത്തിൽ ചോദിക്കുന്നത് കേട്ട് ദിനേശിന് പിന്നെയും അവനോട് നോ പറയാൻ തോന്നിയില്ല. അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവന് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്ത് കൈ പിന്നോട്ട് വലിച്ചു. നിന്നെ തല്ലിയവന്റെ പേരെന്താ? പേരൊന്നും അറിയില്ല അങ്കിൾ. പക്ഷേ എന്റെ ഒരു ക്ലാസ്മേറ്റിന്റെ ഹസ്ബൻഡാണ്. ഒരു സാധാരണക്കാരനാ. കൂടുതലൊന്നും അറിയില്ല. കിരൺ പറഞ്ഞു. അത് കേട്ടതും പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ദിനേശിന് തോന്നി. അയാൾ തന്റെ ഫോൺ കിരണിന് കൊടുത്തു. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി പറയാം കിരൺ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നേക്കാൾ മോശമായി വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒന്നിനും കൂടെ നിൽക്കില്ല. റിമെമ്പർ, വേണ്ടാത്ത വല്ല പണിക്ക് നിന്നാൽ പിന്നെ നിനക്ക് ഇങ്ങനൊരു അങ്കിളില്ലെന്ന് കരുതിയാൽ മതി. കിരൺ എല്ലാം മനസ്സിലായ പോലെ തലയാട്ടി അഭിനയിച്ചു. പിന്നെ ദിനേശിന്റെ ഫോൺ വാങ്ങി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. മുറിക്ക് പുറത്തിറങ്ങിയതും കിരണിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ സ്വയം പറഞ്ഞു, പിന്നെ ഞാനിപ്പോ അവന്റെ കാല് തെല്ലൊടിക്കാൻ പോവുകയല്ലേ. എനിക്ക് അവന്റെ ശവോ വേണ്ടത്. ഈ ചിന്തയോടെ കിരൺ ദിനേശിന്റെ ഫോണിൽ നിന്ന് തന്നെ ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, എനിക്കൊരുത്തിന്റെ ശവം വേണം. പകരം 20 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കും. കിരൺ കോൾ കട്ട് ചെയ്ത് ദിനേശിന് ഫോൺ തിരികെ കൊടുത്തു. സന്തോഷത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എടാ ശിവ, നീ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി വീരമണിയിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്കേ. അവൻ സ്വയം പറഞ്ഞു. താൻ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് കിരണിന് അറിയില്ലായിരുന്നു. സ്വന്തം പ്രവർത്തികളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ കിരൺ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അതേസമയം പാലക്കാട്ടെ തിരുമംഗലം കൊട്ടാരത്തിൽ 20 ആഡംബരക്കാറുകൾ പിറ്റേ ദിവസം രാവിലെ ഒരു യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഈ വാഹനവ്യൂഹം ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഈ വാഹനവ്യൂഹത്തെ നോക്കി നിന്ന വൈദ്യനാഥന്റെ അടുത്തേക്ക് കൊട്ടാരത്തിന്റെ മാനേജർ വന്നു പറഞ്ഞു. സാർ, നാളത്തെ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. രാജഗുരുവിന് തുല്യമായ പദവിയാണ് വൈദ്യനാഥന് ആ കൊട്ടാരത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ട് മാനേജർ ചോദിച്ചു, സാർ, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ. വൈദ്യനാഥൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. പിന്നെ മാനേജറിനോട് പറഞ്ഞു, സങ്കടമൊന്നുമല്ലടോ. ശിവയുടെ കാര്യം അറിഞ്ഞപ്പോ മുതൽ എന്റെ ഈ സന്തോഷ കണ്ണീർ നിൽക്കുന്നില്ല. ഇത്രയും വർഷമായി ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അവനെ കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞു. ഇനി നാളെ അവനെ വീണ്ടും കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവും. മഹാദേവന്റെ കൃപ. ശിവ സുരക്ഷിതനാണ്. സർ, ഇപ്പൊ വിശ്രമിച്ചോളൂ. നാളത്തെ നീണ്ട യാത്രയുള്ളതല്ലേ? മാനേജർ പറഞ്ഞു. ഇത് കേട്ട് വൈദ്യനാഥൻ സമ്മതം മൂളി വിശ്രമിക്കാനായി അകത്തേക്ക് പോയി. അതേസമയം തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ ശിവ ചെക്ക് ഇൻ ചെയ്തു. മുറിയിലെത്തി അവൻ കട്ടിലിൽ വെറുതെയിരുന്നു. ഈ സമയം ശിവയുടെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. 12 വർഷം മുൻപ് താൻ വാക്ക് നൽകിയ അതേ പെൺകുട്ടി തന്നെയാണോ നന്ദിനി? പക്ഷേ നന്ദിനി തന്നെയാണ് ആ പെൺകുട്ടിയെങ്കിൽ എനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയുമോ?
എന്റെ അഭിമാനത്തിന് യാതൊരു വിലയുമില്ലേ? ഞാൻ ചെയ്യുന്നത് ശരിയോ അതോ തെറ്റോ? ഈ ചോദ്യങ്ങളാൽ അസ്വസ്ഥനായ ശിവ കണ്ണടച്ച് കൈകൾ കൂപ്പി. മഹാദേവ, ഇനി ഞാനെല്ലാം അങ്ങയുടെ തീരുമാനത്തിന് വിടുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും. അല്പം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവൻ സ്വയം പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ നമുക്ക് കോടതിയിൽ കാണാം. ഈ കഥയുടെ ബാക്കി അറിയാൻ കേൾക്കൂ മിസ്റ്റർ ശിവ. പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.